رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الذي هدانا سواء الطريق وجعل لنا التوفيق خير رفيق، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وفي قلوب السامعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. لا من كريم مثلكم للمرتجي في من مضى قبله ولا في من يجي، وانا اللهيف فقربة لي فرجي، حيران من ذنبي أسفت كظيما. صلوا عليه وسلموا تسليما. وعليك حبي يا رسول الله، وعليك حبي يا رسول الله، وعليك حبا يا رسول الله من عند ذا العاصي صلاة الله
معها تحيته سلام الله إجلال قدرك عشقا تفخيما صلوا عليه وسلموا تسليما. ഏറെ ആദരണീയരും ബഹുമാനരുമായ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാർ, അതുപോലെ തന്നെ നമ്മുടെ ഇരു മഹല്ലുകളുടെയും പരിപാലന സമിതി അംഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ജാറം കമ്മിറ്റിയുടെ അംഗങ്ങൾ, ഏറെ പ്രിയങ്കരായ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്നേഹനിധികളായ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അള്ളാഹുവിൻ്റെ മഹ്ശറയിൽ, മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നമ്മുടെ അമലുകൾ തൂക്കുന്ന ഘട്ടത്തിൽ, നന്മ തിന്മകൾ തൂക്കുന്ന സന്ദർഭത്തിൽ, നന്മയുടെ ഭാഗത്തിന് അത്രമേൽ ഭാരമുള്ള അമലുകളുടെ കൂട്ടത്തിൽ ഈ അമലിനെ അള്ളാഹു, ഈ സംഗമത്തെ, ഈ മജ്ലിസിനെ എല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ അന്തി ഉറങ്ങുന്ന മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു തആല മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. യഥാർത്ഥത്തിൽ ഇന്ന് നിങ്ങളോട് സംവദിക്കേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനി ഉസ്താദ് അവറുകളായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് എന്നറിയിച്ചതിനാലാണ് ഇൻഷാ അല്ലാഹ് വിനീത് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളിൽ അധികം ആളുകളും ബഹുമാനപ്പെട്ട ഉസ്താദിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കടന്നു വന്നവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിരുന്നാൽ തന്നെയും ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഈ ഒരു കണ്ടുമുട്ടൽ കാരണം നാളെ അള്ളാഹുവിൻ്റെ ആഖിറത്തിൽ എന്തെങ്കിലും ഉപകാരപ്പെടുന്ന അമലുകൾ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കിയിട്ട് വേണം നമ്മൾ ഇവിടെ നിന്നും മടങ്ങിപ്പോകാൻ. ഈ മജ്ലിസ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഇൽമിയായ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവുക എന്നുള്ളതാണ് ഈ മജ്ലിസ് കൊണ്ട് അർത്ഥമാക്കുന്നത്, ഈ ഉറൂസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹു അത്തരത്തിൽ നമ്മെ ഏവരെയും സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മുടെ ഈ പരിസരത്ത് മറവിട്ട് കിടക്കുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാർ, മഹത്തുക്കളായ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, യഥാർത്ഥത്തിൽ ഔലിയാക്കളാകുവാൻ നമുക്കും കഴിയുമോ ഇല്ലയോ എന്നുകൂടി നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾ കുടുംബജീവിതം പ്രതീക്ഷിച്ച് വന്നവരാണെന്നറിയാം. ഈ അവസാന സമയമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുക. എന്നിരുന്നാൽ തന്നെയും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വലിയകളായ ആളുകൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായ ആളുകൾ, അള്ളാഹുവിനോട് ഏറ്റവും പ്രിയങ്കരമായ ആളുകൾ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കി, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ചു കാണിച്ചു കൊടുത്ത മഹത്തരമായ മഹനീയമായ മാതൃകകളിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെയും റുബൂബിയത്തിനെയും ഒക്കെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ മഅരിഫത്തിനെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് അലിഞ്ഞു ചേർന്നവരായ ഔലിയാക്കളാകുന്ന മഹാന്മാരാണ് ഇവിടെ അന്തിയുറങ്ങുക. അതുകൊണ്ട് തന്നെ അവരുടെ മഹത്വമേറെ വലുതാണ്. സഹോദരങ്ങളെ, ഈ ഒരു ഉറൂസ് കൊണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു മജ്ലിസ് കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അവരോളം എത്താൻ നമുക്ക് കഴിയില്ലെങ്കിലും അവർ നടന്ന വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ ഒരു പക്ഷേ കഴിയേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. നമുക്കും ഒരു വലിയാകാൻ നമുക്ക് കഴിയണം. എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ചു പോയിട്ട് അർത്ഥമില്ല. നമുക്കും വലിയാവണം, നമുക്ക് വലിയാകാൻ കഴിയും. എന്താണ് വലിയെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശാലമായിട്ടത് പറയുന്നുണ്ട്. ഇന്ന ഔലിയാഉ ഇല്ലൽ മുത്തഖൂൻ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? അവർ തഖ്വയുള്ളവരാണ്. ولكن أكثرهم لا يعلمون.
എന്റെ സഹോദര സഹോദരിമാരെ, ചരിത്ര പ്രസിദ്ധമായ പരടാല ഉറൂസിന് വന്നെത്തിയവരെ, ഈ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ മഹത്തുക്കളായ ഔലിയാക്കളുടെ ചാരത്തും ഓരത്തും ചേർന്നിരിക്കുന്നവരെ, അവരാരാണെന്നറിയോ? അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ ഔലിയാക്കളെന്ന് പറഞ്ഞാ ഇല്ലൽ മുത്തഖൂൻ, അവര് തഖ്വയുള്ളവരാ. വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയുള്ളവരാ. അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചവരാണ്. സഹോദരാ, അവരുടെ ജീവിതത്തിൽ അവർ ഒരിക്കൽ പോലും തഖ്വ എന്ന് പറയുന്ന കൈമുതൽ, ആ തഖ്വ എന്ന് പറയുന്ന സമ്പത്തിനെ കൈവിട്ടവരല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ലോകത്തോട്ട് കടന്നു വന്ന 1,24,000-ൽ പരം പ്രവാചകന്മാരുണ്ടല്ലോ, മുർസലുകളുണ്ടല്ലോ. അവരെല്ലാവരും ഈ ഭൂമി ലോകത്തോട്ട് കടന്നു വന്നത് എന്തിനാണ്? അല്ലാഹു അവരെയൊക്കെ ഈ ഭൂമിയുടെ തൊലിക്കു പുറത്തേക്ക് അയച്ചത് എന്തിനെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഇത് നമ്മോട് പറയുന്നുണ്ടല്ലോ, വലഖദ് വസ്വൈനല്ലദീന ഊതുൽ കിതാബ് മിൻ ഖബ്ലികും വഇയ്യാകും അൻതഖുല്ലാഹ്. അതേ സഹോദരങ്ങളെ, ലോകത്തോട്ട് ഒരുപാട് പ്രവാചകന്മാര് കടന്നു വന്നിരുന്നു. ആ പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് എന്തെന്നറിയോ? നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ അറിയണേ, നിങ്ങൾ അല്ലാഹുവിനെ മനസ്സിലാക്കണേ. തഖ്വയുടെയും ഇലാഹിയത്തിന്റെയും റുബൂബിയ്യത്തിന്റെയും അല്ലാഹുവിനെ മനസ്സിലാക്കുവാനുള്ള വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണേ എന്ന് ലോകത്തോട്ട് പറഞ്ഞു കൊടുക്കാനാണ് അംബിയ മുർസലുകൾ വന്നത്. അതേ, നമുക്ക് മുമ്പ് ഒരുപാട് കാലഘട്ടക്കാര് കടന്നു പോയിട്ടുണ്ട്. അതേ, നമ്മളല്ല ആദ്യമായിട്ട് ഈ ദുനിയാവിൽ വന്നവര്. നമുക്ക് മുമ്പ് ഒരുപാട് സമൂഹങ്ങള് സമുദായങ്ങള് കടന്നു പോയിട്ടുണ്ട്. അല്ലാഹു പറയാ അവരോടല്ല അല്ലാഹു പറഞ്ഞത്, തഖ്വ വേണേ മുസ്ലിമേ, തഖ്വ വേണേ സഹോദര സഹോദരിമാരെ. എന്താണ് തഖ്വ എന്നറിയോ? തഖ്വ എന്താണെന്ന് നമ്മൾ പഠിക്കണം. അല്ലാഹു നമുക്ക് പഠിക്കാൻ തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. തഖ്വ എന്താണ് നമ്മൾ അറിയണം. അവിടെ കേൾക്കണ തഖ്വ, ഇവിടെ കേൾക്കണ തഖ്വ. എന്താണ് തഖ്വ? അല്ലാഹുവിന്റെ കൽപ്പനകളെ കൃത്യമായി അനുസരിക്കുകയും അല്ലാഹുവിന്റെ നിരോധനങ്ങളിൽ നിന്നും കൃത്യമായി നമ്മൾ മാറി നടക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് തഖ്വയുണ്ട്. ഇതാണ് തഖ്വയുടെ ഡെഫിനിഷൻ. അല്ലാഹുവിന്റെ കൽപ്പന അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹുവിന്റെ നിരോധനങ്ങൾ അത് കൃത്യമായിട്ട് നമ്മൾ മാറ്റി നിർത്തപ്പെടണം. എന്നാൽ നമുക്ക് വലിയാകാനുള്ള ഒന്നാമത്തെ ക്വാളിറ്റി ഉണ്ടാകും. അല്ലാഹു നമ്മളെ വലിയകളാക്കുമാറാവട്ടെ. അല്ലാഹു അവന്റെ ഏറ്റവും വലിയ ഇഷ്ടക്കാരാക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹുവിന്റെ പ്രിയങ്കരായ ആളുകൾ, അല്ലെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ, സ്നേഹമുള്ള ആളുകൾ നമ്മളായി മാറണം. അല്ലാഹുവിന്റെ വലിയകൾ അന്തി ഉറങ്ങുന്നത് പോലെ നമുക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ അല്ലാഹുവിന്റെ വലിയകളായിട്ട് നമുക്ക് മാറാൻ കഴിയണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ, തൗഫീഖ് പ്രദാനിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിൽ കൃത്യമായി ഇബാദത്ത് അനുഷ്ഠിക്കുക, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ കൽപ്പനകളെ നമ്മൾ കൃത്യമായി അനുസരിക്കുക എന്നുള്ളതാണ്. നമുക്കിഷ്ടമുള്ളതിനെ, നമുക്ക് നഷ്ടം വരാത്തടത്ത് ഇപ്പൊ നമ്മുടെ അവസ്ഥ എങ്ങനെയാണെന്നറിയോ? നമുക്കിഷ്ടവും നമുക്ക് എന്തെങ്കിലും ലാഭമുള്ളതുമായ വിഷയങ്ങൾ നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കും. നമുക്ക് എന്തെങ്കിലും നഷ്ടമുള്ളിടത്ത് നമ്മൾ അല്ലാഹുവിനെ മാറ്റി വെക്കും. നമ്മൾ കാരണങ്ങളും ന്യായീകരണങ്ങളും നിരത്തും. സഹോദര, നമുക്ക് വലിയാകാൻ കഴിയില്ല. നമുക്ക് അവരുടെ പരിസരത്ത് പോലും ചെല്ലാൻ കഴിയില്ല. അവരോടൊപ്പം നമുക്ക് ചേർന്നിരിക്കാൻ കഴിയില്ല. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ വീട്ടിൽ മംഗലം നടത്തുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ വലിയകളായി നമുക്ക് മാറാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായിട്ട് നമുക്ക് മാറാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യണം. എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. അതുകൊണ്ട് ലോകത്തോട്ട് കടന്നു വന്ന പ്രവാചകന്മാരല്ല, അവരെല്ലാവരും പറഞ്ഞത് ഇദ് ഖാല ലഹും നൂഹുൻ ലാ തത്തഖൂ ഹൂദുൻ ലാ തത്തഖൂ ഇദ് ഖാല
ലക്കും ശുഐബുൻ ലാ തത്തഖൂ. തുറക്ക് സഹോദരാ, തുറക്ക് സഹോദരി. എത്രയോ വർഷങ്ങളായി നമ്മുടെ വീടിന്റെ അലമാരകള് പൊടി പിടിച്ചിരിക്കുന്ന പരിശുദ്ധമായ ഖുർആനില്ലയോ? ആ ഖുർആനെ ഒന്നെടുത്ത് വെച്ചിട്ട് വായിക്കുക. ആ ഖുർആനെ തുറന്നു വെച്ചിട്ടൊന്ന് ഓതാൻ ശ്രമിക്കുക. അതിനകത്ത് എത്ര ആയത്തുകളാ, എത്ര ഖുർആനിന്റെ വചനാമൃതങ്ങളാ. എന്താണ് അല്ലാഹു പറയുക? നിനക്കിഷ്ടമുള്ളതിനെ മാറ്റാനല്ല, നിനക്കിഷ്ടമുള്ളതിനെ ചെയ്യാനല്ല. അല്ലാഹു പറഞ്ഞത് നിനക്കിഷ്ടമുള്ളത് ചെയ്യാനല്ല. അല്ലാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് നീ ജീവിക്കാനാണ്. നിന്റെ വീട്ടിലൊരു പ്രധാനപ്പെട്ട പരിപാടി നടക്കുമ്പോ ആ സമയത്ത് നിനക്കിഷ്ടമുള്ളത് ചെയ്യുകയും, എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നതിനെ, അല്ലാഹുവിന്റെ റസൂല് വിലക്കിയതിനെ, പണ്ഡിതന്മാര് വിലക്കിയതിനെ, ഉലമാവ് വിലക്കിയതിനെ അത് ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന കാലഘട്ടത്തിന്റെ നടുവിലൂടെയല്ലേ നമ്മുടെ യാത്ര. പിന്നെങ്ങനാണ് സഹോദരാ, സഹോദരി, നമുക്ക് അല്ലാഹുവിന്റെ ഇഷ്ടക്കാരായി മാറാൻ നമുക്ക് കഴിയുക? പിന്നെങ്ങനാണ് മാറാൻ കഴിയുക? അല്ലാഹു ചോദിക്കുന്നുണ്ട്, അഫതുമിനൂ ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ്. നിങ്ങൾക്കെങ്ങനെ കഴിയുന്നടോ? നിങ്ങൾക്കെങ്ങനെ കഴിയുന്നു ചെറുപ്പക്കാരാ? നിങ്ങൾക്കെങ്ങനെ കഴിയുന്ന സഹോദരി, സഹോദരാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ കുറച്ച് കാര്യങ്ങളെ അനുവർത്തിക്കുകയും ധാരാളം കാര്യങ്ങളെ വിട്ടുകളയും ചെയ്യാൻ നിനക്കെങ്ങനെയാണ് സാധിക്കുക? ഇല്ല ഇല്ല, കുറച്ചെടുക്കാനല്ല ഖുർആൻ, കുറച്ചിനെ തള്ളാനുള്ള പരിശുദ്ധ ഖുർആൻ. കുറച്ച് നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കുകയും ഇഷ്ടമില്ലാത്തതിനെ വലിച്ചെറിയുകയും അത് ചവട്ടുകൊട്ടയിലേക്ക് തള്ളിയെറിയുകയും ചെയ്യുന്ന ആധുനിക കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആഭാസത്തിന്റെ നടുവിലാണ് ഞാൻ ഈ ആയത്ത് പറയുക. അല്ലാഹുവിന്റെ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പ്രഖ്യാപിച്ചത് ഏതാണ്? അഫതുമിനൂന ബിബഅദിൽ കിതാബ്. നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു മുസ്ലിമേ? നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു സഹോദരാ, സഹോദരി? പരിശുദ്ധമായ ദീനിന്റെ കുറച്ചെടുക്കുകയും കുറച്ച് നിങ്ങൾ തള്ളിക്കളയുകയും ചെയ്യാൻ നിങ്ങളുടെ മനസ്സിനെങ്ങനെയാ സാധിക്കുക? ഇല്ല ഇല്ല, നിങ്ങൾക്കങ്ങനെ കഴിയില്ല, നിങ്ങളങ്ങനെ ചെയ്യേണ്ടവരല്ല. കാരണം എന്തെന്നറിയോ? ഉലൈക ലഹും ഖിസ്യുൻ ഫിദ്ദുനിയാ വൽ ആഖിറ. സഹോദരാ, സഹോദരി, ഈ ജീവിതം ഇവിടെ അവസാനിച്ചു പോകും. നാളെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഒരു മഹിഷറ നമ്മുടെ മുന്നിൽ കടന്നു വരാറുണ്ട്. ഒരു ജീവിതം, യഥാർത്ഥകരമായ ജീവിതം നമ്മുടെ മുന്നിൽ സംജാതമാകാറുണ്ട്. ആ സമയത്ത് ഉലൈക ലഹും ഖിസ്യുൻ ഫിദ്ദുനിയാ. ആ സമയത്ത് എന്റെ സഹോദരാ, സഹോദരി, നിങ്ങൾ ഏറ്റവും വലിയ നിന്യതയിലായിരിക്കും. അവിടെ മാത്രമല്ല, ഫിദ്ദുനിയാ, ഈ ദുനിയാവിലെ നിങ്ങൾ നിസാരതയിൽ പോകും. ഈ ദുനിയാവിലെ നിങ്ങൾ ഏറ്റവും മതപതനത്തിന്റെ അധമഭാവതലങ്ങളിലോട്ട് നിങ്ങൾ കുപ്പുകുത്തുമെന്ന് ഞാനല്ല പറയുക, ഇവിടെയുള്ള ഉസ്താദന്മാരല്ല പറയുക. ഇത് പറഞ്ഞത് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. ഇതേവരെ തമാശക്ക് പോലും അസത്യത്തിന്റെ ലാഞ്ചന അധരങ്ങളിൽ നിന്ന് ഒരു വിടാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തോട് ഓതിക്കൊടുത്ത വിശുദ്ധമായ ഖുർആനിന്റെ ആയാത്തുകളാണ്. സഹോദരങ്ങളെ, നിങ്ങൾ പറയും ഉസ്താദേ, ജീവിതം എത്രയോ കഷ്ടപ്പാടിലാണ്, ജീവിതം എത്ര പ്രയാസങ്ങളിലാണ് കടന്നു പോവുക. സഹോദരിമാര് പറയും ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറബിക്കടലിന്റെ അലമാലകളെ കീറി മുറിച്ചുകൊണ്ട് കടന്നുപോയിട്ട് എത്ര വർഷങ്ങളായി, എത്രയോ വർഷങ്ങൾ കടന്നുപോയി. എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ, എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ, ഒരു വാഹനമില്ലല്ലോ, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ എനിക്കില്ലല്ലോ. ഇല്ല 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 കഥകൾ മാത്രം പറഞ്ഞു 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 നടക്കുമ്പോ അതിനിടയിൽ നിങ്ങൾ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ടോ? അഫതുമിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ്. നമ്മളെല്ലാ പ്രതിസന്ധികളും പറയാൻ, നമ്മളെ വാ തുറന്നാൽ നമ്മൾ പ്രതിസന്ധിയെ പറയൂ.
നമ്മൾ രണ്ട് സഹോദരങ്ങൾ സുഹൃത്തുക്കൾ കണ്ടുമുട്ടുമ്പോൾ എന്ത് പറയും, നിന്റെ കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടല്ലാന്ന് ചോദിക്കും നമ്മൾ. ആ സമയത്താകുമ്പോൾ പറയും മൊത്തം പൊട്ടി തകർന്നിരിക്കുക, പഴയ മെച്ചമൊന്നുമില്ല. അടക്കാക്ക് എങ്ങനെയുണ്ട്, കൂടുതലുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പറയും ഈ വർഷത്തെ കുറവാണ്, തീരെയില്ല എന്ന് പറയും. എന്നാൽ ജീവിത ചെലവുകളോ വല്ലാതെ വർദ്ധിക്കുകയും ചെയ്തിട്ടുമുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? ഖുർആനിന്റെ ഒരു വെളിച്ചത്തിൽ നമുക്ക് അതിനൊന്ന് മനസ്സിലാക്കി നോക്കാം. മുഅ്മിനീങ്ങളെ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. എന്താണെന്നറിയോ, അള്ളാഹു പറയുന്നു അവർക്ക് ദുനിയാവിൽ നിസ്സാരതയും നിന്ദതയുണ്ടെന്ന്. നിസ്സാരതയും നിന്ദതയുമുണ്ടെന്ന്. നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുചര്യയെ പിൻപറ്റാൻ നമുക്ക് താല്പര്യമില്ല. അറബിക്കടലിന്റെ അലമാലകളെ കീറിമുറിച്ച് കിടന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിക്കാനും വാരിപ്പിടിക്കാനുമാണ് നമുക്ക് ഇന്ന് താല്പര്യം. നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ എവിടെ, ദീൻ എവിടെ, പരിശുദ്ധമായ ശരീഅത്ത് എവിടെ എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് ശരീഅത്തിന്റെ നിയമങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക്, പിൻപറ്റുന്നവരില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ ഞങ്ങളെ നല്ല ഈമാനുള്ളവരാക്കണേ റബ്ബേ. അല്ലാഹുവേ നിങ്ങളുടെ ഹൃദയത്തിന് തഖ്വ നൽകണേ റഹ്മാനേ. ആലോചിച്ച് നോക്ക്, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് എങ്ങനെയാണ് നിക്കാഹ് കഴിക്കാൻ പറഞ്ഞത്? നമ്മൾ എങ്ങനെയാ കഴിക്കുന്നത്? DJ പാർട്ടി, ഗാനമേള, എല്ലാം സകല ഹറാമിയത്തിന്റെയും കൂത്തരങ്ങുകളായി നമ്മൾ അതിനെ മാറ്റിയെടുക്കുകയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ. എങ്ങനെ നടത്തേണ്ടതാണ് നിക്കാഹ് എന്നറിയോ? പൊന്നുമോനെ, നിക്കാഹു മിൻ സുന്നത്തി. നിക്കാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ സുന്നത്തല്ലയോ? 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാ. നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്റെ സുന്നത്തല്ലയോ? ആ സുന്നത്തിനെ കളിയാക്കാൻ നിക്കല്ലടാ, ആ സുന്നത്തിനെ ഗാനമേള കൊണ്ട് അലങ്കരിക്കാൻ നിക്കല്ലേ, ആ സുന്നത്തിനെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയരുതേ. പണ്ഡിതന്മാര് പറയുന്നത് കുറച്ചെങ്കിലും നിങ്ങൾ കേൾക്കാൻ തയ്യാറാകണേ. നിന്നോടൊപ്പം ആർത്തരസിക്കാനും ആർഭാടം കാണിക്കാനും ഡാൻസ് കളിക്കാനും ഒക്കെ നിന്നോടൊപ്പം ധാരാളം ചങ്ങായിമാർ ഈ ദുനിയാവിലുണ്ടാകും. മോനെ, നാളെ ആഖിറത്തിലില്ലടാ, ഖബറിലില്ലടാ. ആരോരും സഹായിക്കാനില്ലാത്ത മണ്ണറയില് നീ ഒറ്റക്ക് കിടക്കുമ്പോ നിന്റെ മംഗലത്തിന് ഡാൻസ് കളിച്ചവനെവിടെ, നിന്നോട് ആർത്തട്ടഹസിച്ചവനെവിടെ, പടക്കം പൊട്ടിച്ചവനെവിടെ? ആ സമയത്ത് ആരെ നോക്കിയാലും നിനക്ക് കാണാൻ കഴിയില്ല, ആ സമയത്ത് നിനക്ക് കാണാൻ കഴിയില്ല. മാത്രവുമല്ല, ഉലൈക ലഹും ഖിസ്യും ഫിദ്ദുനിയാ വൽആഖിറ. അവിടെയൊക്കെ നിനക്ക് നിന്ദതയും നിസാരതയും മാത്രമാണുള്ളത്. അതുകൊണ്ട് സഹോദരാ, ഞാൻ നീട്ടിപ്പറത്തി സംസാരിക്കുന്നില്ല. അഫതുമിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ്. അങ്ങനെ വേണ്ട, കുറച്ചെടുക്കുകയും കുറച്ചിനെ തള്ളിക്കളയുകയും അത് ചെയ്യുന്നത് മുഅ്മിനിന്റെ രീതിയല്ല. അത് മുഅ്മിനിന് കഴിയില്ല, അത് മുഅ്മിൻ അങ്ങനെ ചെയ്യേണ്ടവനല്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാ. അല്ലാഹു മനസ്സിലാക്കാൻ ഈമാൻ തരുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. നന്നായി ആമീൻ പറഞ്ഞോ. മഹത്തുക്കൾ അന്തി ഉറങ്ങുന്ന ഈ മജ്ലിസിന്റെ മുറ്റത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ഹദീസുകൾ പറയുമ്പോ ആമീൻ പറഞ്ഞ അതിന് സ്വീകാര്യതയുണ്ട്. അല്ലാഹു തരത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ മിക്ക വെള്ളിയാഴ്ചയും കേൾക്കണ ഒരു ആയത്തുണ്ട്. ഏതാണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലയോ മുഅ്മിനീങ്ങളെ, ഓരോ മസ്ജിദിന്റെ മെമ്പറുകളിൽ നിന്നും ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന ആയത്താണിത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ. അല്ലയോ മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, തഖ്വയുള്ളവരാകണേ, അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരണപ്പെടല്ലേ. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, നിങ്ങളുടെ ദേഹത്തിൽ നിന്ന് ദേഹി പറന്നകലുമ്പോ, നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പറന്നകന്നു പോകുമ്പോ, ആ സമയത്ത് ഇല്ല വഅന്തും മുസ്ലിമൂൻ, മുഅ്മിനായിട്ട് മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകല്ലേ. അല്ലാഹു പറയാൻ, അല്ലാഹുവിന്റെ ഉപദേശമാണ്, അല്ലാഹു ഡയറക്റ്റ് നൽകുന്ന ഉപദേശം. എന്ത്? മുഅ്മിനീങ്ങളായി മുസ്ലിമായിട്ടല്ലാതെ നീ മരണപ്പെട്ടു പോകരുത്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കും, എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കും, നിന്റെ കച്ചവടത്തിൽ സൂക്ഷ്മത വേണം. എന്താ ഈ പറയണത്? ഈ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ കച്ചവടത്തിൽ സൂക്ഷ്മത, നിന്റെ മക്കളുടെ വിഷയത്തിൽ സൂക്ഷ്മത, നിന്റെ ഭാര്യയുടെ വിഷയത്തിൽ സൂക്ഷ്മത, നിന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ സൂക്ഷ്മത, നിന്റെ നടത്തത്തിലും കിടത്തത്തിലും ഇരുത്തത്തിലുമെല്ലാം, നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിനക്ക് സൂക്ഷ്മത വേണം എന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ. ഇത് നമ്മുടെ ഖത്തീബ് ഉസ്താദ് പള്ളിയിൽ മിമ്പറിൽ പറയുമ്പോ ഇതെല്ലാം കേൾക്കേണ്ട ഒരായത്ത് എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ സമയമില്ലാണ്ട് പോയി. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. ഓരോ പ്രവാചകന്മാരും പറഞ്ഞു, അല്ലാഹു നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് തഖ്വ വേണേന്ന്. ഓരോ പ്രവാചകന്മാരും അവർ മരണപ്പെടുന്ന സമയത്ത് അവരെ തന്റെ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞതെന്തെന്നറിയോ? യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ മക്കളോട് അവർ പറഞ്ഞതെന്തെന്നറിയോ? യാ ബനിയാ, യാ ബനിയ, എന്റെ പൊന്നു മക്കളെ, എന്റെ കുഞ്ഞു മക്കളെ, ഇന്നല്ലാഹു അസ്തഫാനകുമുദ്ദീൻ, നിനക്കല്ലാഹു ദീനിനെ തന്നു മോനെ. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ട് മരണപ്പെട്ടു പോകല്ലേ. എങ്ങനെയും നീ ദുനിയാവിൽ ജീവിച്ചോ, എവിടെയും നീ പൊക്കോ, നിന്റെ റിസ്കിന് വേണ്ടി ഏതോട്ടവും നീ ഓടിക്കോ, പക്ഷേ നിന്റെ എൻഡ്, നിന്റെ അവസാനം ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇത് അല്ലാഹു നമ്മോട് പറയാണ്. പ്രവാചകന്മാര് അവരുടെ മക്കളോട് വസിയത്ത് ചെയ്തത് ഇതാണ്. ഇന്ന് നമ്മുടെ മക്കളോട് നമ്മൾ എന്താണ് വസിയത്ത് ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. നീ നിസ്കരിച്ചില്ലേലും കുഴപ്പമില്ല, നീ 10 കാശുണ്ടാക്കി വാ എന്നാ നമ്മൾ പറയാം, അല്ലേ? നീ ഇന്ന പണിയെടുക്കുക, നീ ഗൾഫിൽ പോ, അവിടെ പോ, ഇവിടെ പോ, നീ സമ്പത്തുണ്ടാക്കുക, നീ ജീവിക്കാൻ എന്തെങ്കിലും നീ ചെയ്യ്. നമസ്കരിച്ചില്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവൻ നമസ്കരിക്കാതെ നമ്മുടെ മകൻ, മകള്, ഭാര്യ ഉൾപ്പെടെയുള്ളവർ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ അവരെ വിളിച്ചുണർത്താൻ നമുക്ക് അത്രമേൽ ജാഗ്രതയൊന്നുമില്ല. പക്ഷേ എന്റെ സഹോദരങ്ങളെ, അവനെ ജോലിക്ക് വിടാനും 10 കാശ് കിട്ടുന്ന കേസാണെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ തട്ടി ഉണർത്തി എങ്ങനെയാണെങ്കിലും അവനെ വിട്ടിരിക്കും. നമ്മുടെ മക്കളോട് ഇവിടെ ഉസ്താദന്മാരോട് നമ്മൾ പരാതി പറയും, ദ്വാരക്കണമെന്ന്. എന്താ പരാതി പറയുന്ന അറിയാം? പ്രത്യേകിച്ച് എന്റെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം, അവരുടെ ജോലി ഖൈറാവാൻ. അവന് ദേവര് ജോലിയില്ല, നല്ലൊരു ജോലി കിട്ടാൻ. പക്ഷേ അവൻ നമസ്കാരക്കാരനല്ല, അവന് നമസ്കാരം ഉണ്ടാകണമെന്ന് നമ്മൾ പറയാറില്ല, നമ്മൾ ദ്വാരക്കാറില്ല. അങ്ങനെ ദ്വാ കൊണ്ട് നമ്മൾ വസിയ്യത്തും കൊടുക്കാറില്ല. നീ തഖ്വയുള്ളവനാവണം. നീ എവിടെ വേണേലും പൊക്കോ, ലണ്ടനിൽ പൊക്കോ, അമേരിക്കക്ക് പൊക്കോ, ആഫ്രിക്കയിൽ പൊക്കോ, ജപ്പാനിൽ പൊക്കോ, എവിടെ വേണേലും നീ നിന്റെ റിസ്ക് തേടി, നിന്റെ ജോലി തേടി നീ പൊക്കോ. പക്ഷേ പൊന്നുമോനെ, നീ പടച്ചോനെ പേടിക്കണേ. ഏത് സാഹചര്യത്തിലും നീ നിന്റെ റബ്ബിനെ ഓർമ്മയുള്ള ഹാലിലായിരിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ ഉപ്പമാര് മറന്നുപോയി, നമ്മുടെ ഉമ്മമാര് മറന്നുപോയി, അല്ലെ? എന്തെങ്കിലും അപകടമുണ്ടാകുമ്പോ എന്റെ സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ നമ്മൾ ഉണർത്തൂല്ലേ? എന്നാൽ ആഖിറത്തിൽ അപകടത്തെ കുറിച്ച് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കാത്തത് എന്ന് നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. ഇതൊക്കെ ചിന്തിക്കുന്ന ഉപ്പമാരായി, ഉമ്മമാരായി നമ്മൾ മാറണം. ഈ ഉറൂസ് കൊണ്ട് എന്താ ഒരു പ്രയോജനം? ഇന്നത്തെ ഈ ഒരു വാള് കൊണ്ട് എന്താ പ്രയോജനം ഉണ്ടായെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, അൽഹംദുലില്ലാ, ഏത് സാഹചര്യത്തിലും എന്റെ മകൻ ഗൾഫിൽ പോകട്ടെ, അവൻ ജോലിക്ക് പോകട്ടെ, ഏത് സമയത്തും എനിക്ക് പറയാൻ കഴിയണം, നീ അല്ലാഹുവിനെ പേടിക്കണേ എന്ന് പറയാൻ
കഴിയണം. നിന്റെ സമ്പാദ്യ മേഖലയിൽ നീ റബ്ബിനെ പേടിക്കണം. നിന്റെ കച്ചവട മേഖലയിൽ റബ്ബിനെ പേടിക്കണം. നീ കോളേജിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്തും നിന്റെ റബ്ബിനെ പേടിക്കണം. പെൺമക്കളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, മോളെ നിനക്ക് തഖ്വയുണ്ടാകണം. നിന്നെ എവിടെ വേണേലും ഉപ്പ പഠിക്കാൻ വിടാം, പക്ഷെ നിനക്ക് ഒരു കാര്യം നിനക്ക് ഉണ്ടാവണം, തഖ്വയുണ്ടാവണം. പെൺമക്കളോട് പ്രത്യേകിച്ച് നമ്മൾ ഉണർത്തി കൊടുക്കണം. എത്ര ഉപ്പമാരുണർത്തുന്നുണ്ട്. അവര് വിദേശ രാജ്യങ്ങളിലേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ പഠനത്തിന് വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ പൊന്നുമക്കളുടെ കരങ്ങൾ പിടിച്ചിട്ട് അവരുടെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തിട്ട് പറയണം, അല്ലാഹുവിനെ നീ ഭയപ്പെടണേ. നീ നിന്റെ കോളേജിന്റെ പടിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഒരുപാട് ചിന്താധാരകൾ ഉള്ളവരുണ്ടാകും, യുക്തിവാദികളുണ്ടാകും, നിന്നെ മനം മാറ്റുവാൻ പ്രേരിപ്പിക്കുന്നവരുണ്ടാകും, നിന്നെ ഹറാമിയത്തിലേക്ക് തള്ളിവിടാൻ ആളുകളുണ്ടാകും, നിന്നെ ലഹരി രുചിപ്പിക്കാൻ ആളുകളുണ്ടാകും, നിന്നെ മദ്യപാനത്തിലേക്ക് തള്ളിവിടാൻ ആളുകളുണ്ടാകും, നിന്നെ പുകവലിക്കാൻ തള്ളിവിടാൻ ആളുകളുണ്ടാകും. ആ സമയത്ത് കൃത്യമായി നീ അനുത്തഖുല്ലാ, നീ അല്ലാഹുവിനെ പേടിക്കണേ എന്ന് പറയാൻ നമുക്ക് എത്ര മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. ആത്മാർത്ഥമായ ആമീൻ പറഞ്ഞു മുഅ്മിനീങ്ങളെ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മറിയം ബീവി, നമ്മുടെ പെൺമക്കളെ പ്രത്യേകം നമ്മൾ ഉണർത്തി കൊടുക്കണം. ബഹുമാനപ്പെട്ട മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം, എന്റെ സഹോദര നിങ്ങൾക്കറിയുമല്ലോ മറിയം ബീവി ആരാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. ബഹുമാനപ്പെട്ട മറിയം ബീവിയെ എന്റെ സഹോദര, ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട ബീവിയുടെ മാതാവ് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. മസ്ജിദിന്റെ മിഹ്റാബിൽ പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട റൂമിനകത്ത് ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ ആ റൂമിൽ പാർപ്പിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ ചിട്ടകളും അല്ലാഹുവിനെ കുറിച്ചെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ ബഹുമാനപ്പെട്ട മറിയം ബീവി സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രത്യേകമായ ആ ഒരു തർത്തീബിന് കീഴിൽ, അദബിന് കീഴിൽ, ആ തഅലീമിന് കീഴിൽ ഇങ്ങനെ വളർന്ന് വരുമ്പോ എന്റെ സഹോദരാ, സൂറത്തു ആല ഇംറാൻ ഈ സംഭവം വളരെ വിശാലമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ മറിയം ബീവിയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. ഫലമ്മാ دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله. കൊച്ചുകുട്ടിയായ വലിയ പ്രായമൊന്നും എത്താത്ത മറിയം ബീവി, ആ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ റൂമിലോട്ട് കടന്നു വരുമ്പോ അതാ നോക്കുമ്പോ അവിടെ കുറെ ഏറെ ഭക്ഷണങ്ങൾ ഇരിക്കുന്നുണ്ട്. സാധാരണഗതിയില് സക്കരിയ നബിയാണ് ഭക്ഷണമൊക്കെ കൊടുക്കാറ്. പക്ഷേ ഇതേവരെ കാണാത്ത ഭക്ഷണം, ഇതേവരെ കണ്ടിട്ടില്ലാത്ത ഭക്ഷണം, സ്വർഗീയ ഭക്ഷണം ഇരിക്കുന്നത് കണ്ടപ്പോ ആ സമയത്ത് സക്കരിയ നബി ചോദിക്കുകയാണ്, അന്നാ ലക്കി ഹാദാ, മോളെ മറിയമേ നിനക്കെവിടെ നിന്ന് കിട്ടി മോളെ ഈ ഭക്ഷണം എന്ന് ചോദിച്ചപ്പോ എട്ടും പൊട്ടും തിരിയാത്ത ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടി പറയാണ്, ഹുവ മിൻ ഇൻദില്ലാഹ്, അതെന്റെ റബ്ബിന്റെ അടുക്കലിൽ നിന്ന് അല്ലാഹു എനിക്ക് തന്ന സമ്മാനമാ, അതെന്റെ റബ്ബ് എനിക്ക് തന്ന സമ്മാനമാണ്. ആ സമ്മാനം എന്റെ റബ്ബന്റെ കൈവെള്ളയിൽ തന്നതാണെന്ന് പറയവേ എന്റെ സഹോദരിമാരെ, എന്റെ സഹോദരങ്ങളെ, അത് മറിയം ബീവിക്ക് മാത്രമുള്ളതാണോ? അത് നമ്മുടെ മക്കൾക്ക് കിട്ടാതെ പോകുന്നത് എന്താണ്? അത് നമുക്ക് കിട്ടാതെ പോകുന്നത് എന്താണ്? നമ്മുടെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയോ കനൽപദങ്ങളിലൂടെ നമ്മൾ നടന്നു നീങ്ങവേ ആ സമയത്ത് സഹായത്തിന്റെ മഴ നമ്മുടെ അടുക്കിലേക്ക് വർഷിക്കാത്തത് എന്താണ്? കാരണം എന്തെന്നറിയോ?
ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വളരെ പ്രധാനപ്പെട്ട ഹൃദയസ്പർശിയായ ഒരു വാചകം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വലം യംസസ്നി ബശർ. ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, എന്റെ യുവത ശ്രദ്ധിക്കണം, എന്റെ ചെറുപ്പക്കാര് ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ ആർഭാടത്തിന്റെ ഏറ്റവും വലിയ ഉത്തുംഗതയിലേക്ക് നടന്നു നീങ്ങുന്ന എന്റെ സഹോദര, നിങ്ങൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടിയാ. അതെ, എങ്ങനെയാണ് മറിയം ബീവിക്ക് അല്ലാഹു ഇത്ര അനുഗ്രഹം കൊടുത്തത്? ഈ കൈവെള്ളയിൽ സ്വർഗീയ ഭക്ഷണം സമ്മാനിച്ചത് എങ്ങനെയെന്നറിയോ? വലം യംസസ്നി ബശർ. മറിയം ബീവി ഒരു വേള പറയുന്നുണ്ട്, എന്റെ മേൽ ഒരു പുരുഷ സ്പർശമുണ്ടായിട്ടില്ല. പറയാൻ കഴിയോ കോളേജുകളിലെ വിദ്യാലയങ്ങളുടെ ഏറ്റവും വലിയ മനോഹരമായ ദുനിയാവിലെ മനോഹരമെന്ന് നമ്മൾ കരുതുന്ന വിദ്യാലയങ്ങളുടെ പടിവാതിൽ ചവിട്ടിക്കയറുന്നവരെ, വിദ്യാലയങ്ങളിലോട്ട് നടന്നു കയറുന്നവരെ, എന്റെ ക്ഷുഭിതയൗവനത്തിന്റെ ചെറുപ്പക്കാരാ, എന്റെ ചെറുപ്പക്കാരി, എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണോ, നിങ്ങൾ തിരിച്ചറിയണം. മറിയം ബീവിക്ക് അല്ലാഹു കൊടുത്ത സഹായം അതെങ്ങനെ കിട്ടിയതെന്നറിയോ? വലം യംസസ്നി ബശർ. എന്നെ ഒരു പുരുഷ സ്പർശമേറ്റിട്ടില്ല. കോളേജിൽ പഠിക്കുന്നവരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, വലം യംസസ്നി ബശർ. എനിക്കൊരു പുരുഷ സ്പർശമേറ്റിട്ടില്ല. അത്രമേൽ സൂക്ഷ്മമായിട്ടാണ് ഞാൻ ജീവിച്ചത്, പഠിച്ചത്, പ്രവർത്തിച്ചത്, ജോലി ചെയ്തത് എന്ന് പറയാൻ ആർക്കാണ് കഴിയുക? അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. നമ്മൾ കോളേജിൽ ചെല്ലുമ്പോ കോളേജുകളിലോട്ട് നമ്മൾ നടന്നു നീങ്ങും. ഇതെന്തോ ഒരു സ്വർഗമാണല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് ഇഷ്ടമുള്ളതുപോലെ പാറിക്കളിക്കാം, ഇഷ്ടമുള്ളതുപോലെ സഞ്ചരിക്കാം. ആരും ചോദിക്കാനില്ല, ഉപ്പ കാണാനില്ല, ഉമ്മ കാണാനില്ല, നാട്ടിലെ പൗരപ്രമുഖർ കാണാനില്ല, ാക്കന്മാരോ ഉസ്താദന്മാരോ പ്രബോധകരോ ഒന്നും തന്നെ കാണാനില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ പാറിക്കളിക്കാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും മഞ്ഞപുരുഷന്മാരുടെ കരങ്ങൾ പിടിച്ചിട്ട് ഏതെങ്കിലും പാർക്കുകളിലും ബീച്ചുകളിലും പോയിരുന്നിട്ട് സൊറ പറയുന്ന ഉത്തമ സമുദായത്തിന്റെ മെമ്പർഷിപ്പ് ഉള്ള പെൺകുട്ടികൾ ഇത് കേൾക്കണ്ടേ? ഒട്ടിയും ഒരുമിയും ഒക്കെ ഇരുന്നിട്ട് സെൽഫി എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നവർ, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നവരൊക്കെ ആലോചിക്കണ്ടേ എന്റെ സഹോദരങ്ങളെ? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ എന്റെ ശ്രദ്ധയിൽ ഒരു സഹോദരൻ എന്നെ കാണിച്ചു. എന്തെന്നറിയാവോ? കോളേജിൽ പഠിക്കുന്ന യൂണിഫോം ഒക്കെ ഇട്ട ഒരു ആണും ഒരു പെണ്ണും ഉത്തമ സമുദായത്തിന്റെ മെമ്പർഷിപ്പ് ഉള്ളവരാണെന്ന് കണ്ടാ കോലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാം അതാ മുസ്ലിമീങ്ങളാണെന്ന്. എന്താണെന്നറിയാവോ? മടിയിൽ തല വെച്ച് കിടന്നിട്ട് തലയിൽ ഇങ്ങനെ ഇതാക്കി കൊടുക്കാൻ ഒരു വിദ്യാർത്ഥി, രണ്ട് വിദ്യാർത്ഥികൾ, എന്നിട്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ റീലുകളായിട്ട് കറങ്ങി നടക്കുന്ന കാലഘട്ടം. പേടിക്കണം മുഅ്മിനീങ്ങളെ. കുറെ നമ്മൾ മക്കളെ ഇങ്ങനെ ചവറ് പോലെ പ്രൊഡക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളെ ഇങ്ങനെ അഴിച്ചു വിട്ടിട്ട് കാര്യമില്ല. എനിക്ക് 10 മക്കളുണ്ട്, 20 മക്കളുണ്ട്, എനിക്ക് 5 മക്കളുണ്ട്, 6 മക്കളുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കുള്ള മക്കൾ ആരാവണം? സാലിഹാകണം, തഖ്വയുള്ളവരാകണം. ആ തഖ്വയ്ക്ക് വേണ്ടി കിട്ടുന്നതാണ് എപ്പോഴും എന്താക്കണം? ദ്വാരക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ പ്രസവിച്ച് വീണപ്പോ ഒരു ദുആ ആയിരുന്നു തന്റെ പ്രിയപ്പെട്ട മാതാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ നമ്മൾ ചെയ്യുന്നവരായിരിക്കും ഒരുപക്ഷേ നമ്മളിൽ ബഹുഭൂരിപക്ഷ ആളുകൾ. ആ ദുആ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടി പ്രസവിച്ച് വീഴുമ്പോഴേ ആ ദുആ ഓതി അവരെ മന്ത്രിച്ചിരിക്കുക. ഏതാണ് ആ ദുആ എന്നറിയോ? വൈനീ وعيدها وذريتها من الشيطان الرجيم. അല്ലാഹുവേ, ഞാൻ ഈ സന്താന വിമളിൽ നിന്നുള്ള സന്താന പരമ്പരകൾ ഉണ്ടാകുമല്ലോ. ലോകത്തിന്റെ അവസാനം വരെ വരുന്ന ഇവളിൽ നിന്നുള്ള സന്താനങ്ങളുണ്ട്, ഇവളിൽ നിന്ന് വരുന്ന സന്താനങ്ങളുണ്ട്. സഹോദര, നമ്മളുടെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചു എന്ന് നമ്മൾ അറിയുമ്പോ ആ സമയത്ത് ലേബർ റൂമിലേക്ക് നമ്മൾ കടന്നു ചെന്ന് നേഴ്സ് നമ്മുടെ കൈവെള്ളയിലേക്ക് നമ്മുടെ പൊന്നാര മകളെ മകനെ നമ്മുടെ കൈവെള്ളയിൽ സമ്മാനിക്കുമ്പോ അതേ സന്തോഷത്തോടെ ഏറ്റവും വലിയ ആത്മാഭിമാനത്തോടെ ഉസ്താദേ, ഞാനൊരു വാപ്പയായ ഉസ്താദ്, അല്ലയോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഞാൻ വാപ്പയാ എന്ന് വാപ്പയോട് സന്തോഷം
സന്തോഷപൂർവ്വം വിളിച്ചു പറയുന്ന ആധുനിക നൂറ്റാണ്ടിലെ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിലെങ്കിലും നിങ്ങളെ ദുആ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവേ, പടച്ചവനെ, ഇവൾക്ക് ശൈത്താനിന്റെ സ്പർശമേക്കാ പാടില്ല റബ്ബേ. എന്റെ ജീവിതത്തിന്റെ നൗക ഞാൻ തുഴഞ്ഞു കൊണ്ടുപോകുമ്പോ, ഞാൻ എന്റെ മക്കളെ വളർത്തിക്കൊണ്ടുപോകുമ്പോ, ഞാൻ എന്റെ മക്കളെ കലാലയത്തിന്റെ പടിവാതിലുകളിലേക്ക് കയറ്റിവിടുമ്പോ, അവിടെയാണല്ലോ സർവാഭാസവും പഠിക്കുക. ആ സമയങ്ങളിലില്ല എന്റെ പ്രിയപ്പെട്ട മകളൊറ്റയ്ക്ക് യാത്ര ചെയ്തു പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ട മകളൊറ്റയ്ക്ക് ജോലിക്ക് പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ട മക്കളൊറ്റയ്ക്ക് പഠിക്കാൻ പോകുമ്പോ, റബ്ബേ റബ്ബേ റബ്ബേ, അവർക്കൊരു കാരണവശാലും ശൈത്താനിന്റെ സ്പർശമുണ്ടാകാൻ പാടില്ല. അവരെ ശൈത്താൻ അവരെ വഴിതിരിക്കാനും പാടില്ല. വഴിതെറ്റിച്ചുകൊണ്ട് അവരെ ഏറ്റവും വലിയ അപകടത്തിലേക്ക് ചാടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ദ്വാരെന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, എത്ര സഹോദരങ്ങളുണ്ട് എന്റെ സഹോദരാ, സഹോദരി. അല്ലാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബോധം നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ചിന്തിക്കാൻ ബോധം തരുമാറാവട്ടെ, ചിന്തിക്കാനുള്ള ഈമാൻ നൽകുമാറാവട്ടെ. ചിന്തകൾ നമ്മൾ മറ്റും പലതിനും പങ്കുവെച്ചുകൊണ്ടാണ് ഈ പ്രശ്നമാവുക. നമ്മൾക്ക് ഇതൊന്നും ഒരു നിസ്സാരമല്ല. നമുക്ക് കൃത്യമായിട്ട് ജോലി എടുക്കണം, കൃത്യമായിട്ട് നമുക്ക് പണിക്ക് പോകണം, അല്ലെങ്കിൽ കൃത്യമായി കച്ചവടം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തോ, അതൊന്നും ഒരു പ്രശ്നമില്ല. എന്നാൽ അവിടെയും നമുക്ക് തഖ്വയുണ്ടാകണം, മക്കളുടെ വിഷയത്തിൽ നമുക്ക് തഖ്വയുണ്ടാകണം. അതാണ് അമ്പിയാക്കന്മാർ അവരുടെ മക്കളോട് മരണത്തിന്റെ ഘട്ടത്തിൽ പോലും ഉപദേശിച്ചത്. ഇന്നല്ലാഹു അസ്തഫാ ലക്കുമുദ്ദീൻ. എത്രയോ ആളുകൾക്ക് അല്ലാഹു ദീൻ കൊടുത്തില്ല, എത്രയോ ആളുകൾക്ക് അല്ലാഹു ദീൻ കൊടുത്തിട്ടില്ല. മോനെ, നിനക്ക് അല്ലാഹു ദീൻ തന്നിട്ടുണ്ട്, നിനക്ക് അല്ലാഹു ഈമാൻ തന്നിട്ടുണ്ട്. ഈമാനെ നീ കളഞ്ഞു കുളിക്കല്ലടാ, ഈമാനെ നീ തട്ടിത്തെറിപ്പിക്കല്ലടാ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അപ്പൊ അവൻ കോളേജിൽ പോകുമ്പോ അവന്റെ ചങ്ങായി അവന് കഞ്ചാവ് കൊടുക്കുമ്പോ ആദ്യം അടുക്കളയാ ഒരു മറ്റെന്താ ഒരു പുക അടിക്കന്നൊക്കെ പറയുമ്പോ എന്റെ സഹോദരൻ, അവൻ ആദ്യം അവന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്ത ഏതെന്നറിയോ? അവന്റെ ഉപ്പ പറഞ്ഞ, അവന്റെ ഉമ്മ പറഞ്ഞ, മോനെ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ ആ ഒരു ചിന്തയാണ്. നമ്മുടെ മക്കളുടെ, പെൺകുട്ടികളുടെ ആണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവരുടെ വാട്സപ്പിലേക്ക് ഒരു അന്യ സ്ത്രീയുടെ അല്ലെങ്കിൽ അന്യ പുരുഷന്റെ ഒരു മെസ്സേജ് വരുന്ന സമയത്ത്, ഒരു ഹായ് വരുന്ന സമയത്ത് ചാടി കമന്ന് അതിനകത്തോട്ട് വീടുകയല്ല വേണ്ടത്. മറിച്ച് ആ സമയത്ത് തെറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്റെ റബ്ബിനെ പേടിക്കണമെന്ന് എന്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഖുർആനും ഹദീസും എന്റെ ഉമ്മയും അടക്കം എല്ലാവരും എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് നമ്മുടെ കൈ വിറയ്ക്കും. ആ കുഞ്ഞിന്റെ കൈ വിറക്കും. നിങ്ങൾ ചെയ്തു നോക്ക്, നിങ്ങൾ ചെയ്യ്, നിങ്ങൾ ഇത് ഉപദേശിക്ക്. നിങ്ങൾ പറഞ്ഞു നോക്ക്, എന്നിട്ട് നിങ്ങൾ നന്നായി ദ്വാരം നോക്ക്. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഉറക്കാമീൻ പറഞ്ഞ അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വസിയത്ത് നമ്മൾ കൊടുത്തൂടെ, നമ്മുടെ മക്കൾക്ക് കൊടുത്തൂടെ? എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് പറഞ്ഞു ഉറക്കൊക്കെ ഒന്ന് പോട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ ഇൻഷാ അല്ലാഹ് ഈ തീരുമാനത്തെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നീട്ടിപ്പരത്തി ഒന്നും സംസാരിക്കുന്നില്ല എന്റെ സഹോദരങ്ങൾ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ ജീവിതത്തിൽ തഖ്വ വേണ്ടത്. ആ തഖ്വ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാണ്, ലൈസ എന്റെ സഹോദരങ്ങളെ, തഖ്വ എന്ന് പറഞ്ഞാൽ, ആ തഖ്വ എന്ന് പറഞ്ഞാൽ അല്ല ബിസിയാമിൻ നഹാർ വലാ ബിഖിയാമിൽ ലൈൽ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ അവരുകൾ പറയുകയാണ്, തഖ്വ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധാരാളം പകലുകളിൽ നോമ്പെടുത്താൽ നിങ്ങൾക്ക് തഖ്വ കിട്ടൂല. നിങ്ങൾ രാത്രിയിൽ നന്നായിട്ട് നമസ്കരിക്കുന്നവരാണ്. ഉസ്താദേ, എന്റെ ഭാര്യ ഉറങ്ങുമ്പോ, എന്റെ മക്കൾ ഉറങ്ങുമ്പോ, ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾ നിദ്രയിലേക്ക് ഉറങ്ങുമ്പോ, ആ സമയത്തല്ല ഞാൻ എഴുന്നേറ്റിട്ട് അല്ലാഹുവിന് വേണ്ടി റുകൂകളിലായി സുജൂദുകളിലായി റബ്ബിന്റെ മുന്നിൽ ഞാൻ പൊട്ടിക്കരയുന്നവനാ എന്നൊരാള് പറഞ്ഞ അവന് തഖ്വയില്ലേ? ഇല്ല.
കാരണം എന്തെന്നറിയോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറയുകയാണ്, ഈ രണ്ട് കാര്യം അവനുണ്ടെങ്കിലും ഒരു കാര്യം അവനെ ചെയ്യാൻ മടിക്കുന്നവനാണെങ്കിൽ ആ തഖ്വ കിട്ടില്ല. ഏതാണ് ആ കാര്യമെന്നറിയോ? തറക്കുമാ അല്ലാഹു ഹറാമാക്കിയ കാര്യത്തെ ഉപേക്ഷിക്കാതിരിക്കുക. അല്ലാഹു ചെയ്യല്ലേ എന്ന് പറഞ്ഞ കാര്യങ്ങളെ ചെയ്യുന്നവനാണോ നിങ്ങൾ? എന്റെ സഹോദരിമാരെ, അല്ലാഹു ഹറാമാക്കി എത്ര കാര്യമുണ്ട് മോളെ. അല്ലാഹു ഹറാമാക്കി എത്ര കാര്യങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. എത്രയോ കാര്യങ്ങളുണ്ട് എന്റെ സഹോദരിമാരെ. നിങ്ങളുടെ ശരീരത്തിന്റെ ഔറാത്തുകളുണ്ടല്ലോ, നിങ്ങൾ മറക്കുന്ന വേഷവിധാനമുണ്ടല്ലോ, നിങ്ങൾ അണിക്കുന്ന വേഷവിധാനമുണ്ടല്ലോ. അത് 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് പറഞ്ഞ, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. നിങ്ങളുടെ മൂടുപടങ്ങൾ നിങ്ങൾ മാറിടത്തിന്റെ മേലെ താഴ്ത്തിയിടണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് പ്രഖ്യാപിച്ച ഈ കാര്യം നിങ്ങൾ എത്രമേൽ മുഖവിലക്കെടുക്കുന്നുണ്ട് പെണ്ണേ. ഈ കാര്യങ്ങൾ എത്രമേൽ വിലക്കെടുത്തുകൊണ്ടാണ് ഉമ്മ നിങ്ങൾ സഞ്ചരിക്കുക. നിങ്ങളുടെ മുഖത്തിന്റെ മേൽ, നിങ്ങളുടെ മാർവിടത്തിന്റെ താഴേക്ക് അതിനെ താഴ്ത്തിയിടണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിനപ്പുറത്തേക്ക് ഉൾട്ടയായി, നേരെ ഓപ്പോസിറ്റായി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മാറിടത്തെ അത് നിങ്ങൾ മറച്ചിടണേ, താഴ്ത്തിയിടണേ. നിങ്ങൾ നെഞ്ചിന്റെ കടുത്തേക്ക്, താഴേക്ക്, താഴ്ഭാഗത്തിലേക്ക് നിങ്ങൾ താഴ്ത്തിയിടണമേ എന്നല്ലാഹുവിന്റെ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ആ ഖുർആനിന്റെ പ്രഖ്യാപനത്തെ പൊളിച്ചെഴുതിയില്ല പെണ്ണേ. ആ ഖുർആനിന്റെ പ്രഖ്യാപനത്തെ ചവിട്ടി മതിച്ചില്ല പെണ്ണേ. നിന്റെ വീട്ടിലെ കല്യാണം വരുമ്പോ, ഈ ടൗണിലേക്ക് പോകുമ്പോ, ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ ആ സമയത്തൊക്കെ നീ എന്താണ് കാണിച്ചു പോയത്? ആ സമയത്തൊക്കെ എങ്ങനെയാണ് നിന്റെ വേഷത്തെ നീ ഉടുത്തത്? നീ പർദ്ദ വിട്ടവളാകാ, നീ തലമറച്ചവളാകാ. എന്നാലോ അത് ശരിയാകുമോ? അത് മാത്രം മതിയാകുമോ? ആ നിഖാബ് എന്ന് പറയുന്നത് നിന്റെ മാരണത്തിന്റെ മേൽ താഴ്ത്തിയിടണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അതിനോട് വെല്ലുവിളിച്ചുകൊണ്ട് അതിന്റെ മുകളിലേക്ക് ചുറ്റിക്കെട്ടുകെട്ട് പൊതിഞ്ഞു പോകുന്ന എത്രയോ സഹോദരിമാര് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. എന്റെ സഹോദരങ്ങളെ വിരളിലെണ്ണാവുന്നവരെ ഒഴിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അവരുടെ ഓട്ടം ഓടുന്നത്. ഓടിക്കോ സഹോദരാ, ഇതൊന്നും കണ്ടില്ലെന്ന് നടന്നോ സഹോദരാ, ഇതൊന്നും കേട്ടില്ല, കണ്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്കിതൊന്നും ബാധകമല്ല. അതേതെങ്കിലും ഖത്തീബ് ഉസ്താദിന്റെ ഭാര്യമാര് നടക്കട്ടെ, അതേതെങ്കിലും ഹാജിയാക്കന്മാരുടെ ഭാര്യമാര് നടക്കട്ടെ, അതേതെങ്കിലും മുഅല്ലിമീങ്ങളുടെ ഭാര്യമാര് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുരോഗമനത്തിനെതിരെ പുറങ്കാല് കൊണ്ട് ചവിട്ടി നിൽക്കുന്നവരാണ് അവരെന്ന് പറഞ്ഞു അവരെ ആക്ഷേപിച്ചിട്ട് ഇത്തരത്തിൽ തിമിർക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉത്തമ സമുദായത്തിന്റെ ഉദാർത്ത മൂല്യമുള്ള എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് ഞാൻ സൂചിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആ തഖ്വയുള്ളവരായി നമുക്ക് മാറാൻ കഴിയോ? ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ആ ചിന്തയില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട പറഞ്ഞില്ലെങ്കിൽ തകരും സഹോദരാ, നമ്മളെ തകർന്നടിയും സഹോദരാ. ഇത് പറഞ്ഞത് ഞാനല്ല, എന്റെ പോക്കറ്റിൽ നിന്നും ഞാനിട്ട് പറയുന്നതല്ല. ആ മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമത്രേ. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളെല്ലാം ഇന്ന് ചെയ്യല്ലേ, നമ്മൾ നിസ്കരിക്കും, നമ്മൾ നോമ്പെടുക്കും, നമ്മളെല്ലാ ഇബാദത്തുകളും നമ്മൾ കൃത്യമായി അനുഷ്ഠിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതിനെ ഉപേക്ഷിക്കാൻ നമുക്ക് ഇതേവരെ പൂർണ്ണാർത്ഥത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ ചെയ്യരുത് എന്ന് പറഞ്ഞത് എല്ലായിടത്തും നമ്മൾ ചെയ്യാൻ, ഏത് മേഖലയിലും ചെയ്യാൻ. ഇപ്പൊ സഹോദരിമാരെ മാത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സഹോദരങ്ങളുടെയും അവസ്ഥ വിഭിന്നമല്ല. കച്ചവടത്തിലാണെങ്കിലും കച്ചവടക്കാരെന്താ ചെയ്യാ? കച്ചവടക്കാരും സൂക്ഷിക്കണ്ടേ? കച്ചവടം എങ്ങനെയെങ്കിലും ഒക്കെ നടത്താമോ?
ഉസ്താദ് വിശദീകരിച്ചില്ലേ? എന്റെ സഹോദര, കച്ചവടം നടത്തുമ്പോ അള്ളാഹനെ നമ്മൾ മാറ്റി നിർത്തരുത്. അള്ളാഹുവിന്റെ ഫിക്റിനെയും ദിക്റിനെയും നമ്മൾ മാറ്റി നിർത്തരുത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. കുറെ ആണത്തമുള്ള നല്ല ചെറുപ്പക്കാരെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. നല്ല ഒന്നാന്തരം ആൺകുട്ടികളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നു, റിജാലുല്ലാ തുൽഹി തിജാറത്തുൻ വലാ ബൈഉൻ ദിക്രില്ലാഹ്. അതേ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ആൺകുട്ടികളാരാ? അതേ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അള്ളാഹു പഠിപ്പിച്ച ആൺകുട്ടികളാരെന്നറിയോ? ലാ തുൽഹി തിജാറത്തുൻ വലാ ബൈഉൻ ദിക്രില്ലാഹ്. എന്റെ സഹോദര സഹോദരി, അവരെ ഒരു കച്ചവടവും അള്ളാഹുവിന്റെ സ്മൃതിയിൽ നിന്നും അള്ളാഹുവിന്റെ ചിന്തയിൽ നിന്നും മാറ്റില്ല. കൃത്യസമയത്ത് അള്ളാഹുവിന്റെ ശ്രവണമധുരമായ ബാങ്കുലെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും അതേ ഇസ്ലാമിന്റെ സ്വരരാഗ സുധ അള്ളാഹുവിന്റെ വിശുദ്ധമായ കലിമത്ത് ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ്. അതേ നമസ്കാരത്തിലേക്ക് വാമോനെ, വിജയത്തിലേക്ക് വാമോനെ അല്ലാഹുവിന്റെ വിശുദ്ധമായ മസ്ജിദുകളുടെ മിനാരത്തിൽ നിന്ന് ഇസ്ലാമിന്റെ മധുര മനോഹരമായ ബാങ്കുലെ നമ്മുടെ ശ്രവണ പദത്തിൽ അലയെടുക്കുമ്പോ ആ സമയത്തിൽ ആ തുൽഹീൽ അവരെ ലവലേശം ഒന്നും ചെലുപ്പിക്കില്ല. അവരെ ലവലേശം മറ്റ് ചിന്തകളിലേക്കോ മാറ്റിവിടില്ല. അവരാണ് ആൺകുട്ടികൾ. അതേ സഹോദര, നീ ജിമ്മിൽ പോയാ നീ ആൺകുട്ടിയാകുമോ? നിന്റെ ശരീരം ഫിറ്റായാ നീ ആൺകുട്ടിയാകുമോ? നിനക്ക് സിക്സ് പാക്ക് ഉണ്ടായാ നീ ആൺകുട്ടിയാകുമോ? നിനക്ക് ടൂ വീലർ ഉണ്ടായാ, മൂട് പിടിപ്പിക്കപ്പെട്ട വാഹനങ്ങൾ ഉണ്ടായാ, ഉത്തുംഗ സോപാനത്തിലേക്ക് നടന്നു നീങ്ങുവാനുള്ള സർവ്വ സജ്ജീകരണങ്ങളും നിന്റെ കൈവെള്ളയിലുണ്ടായാ, നിനക്ക് ധാരാളം ചങ്ങായിമാരുണ്ടായാ, നീ ആൺകുട്ടിയാണെന്ന് പറയാൻ കഴിയോ? ഇല്ല 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 ഇല്ല, നീ ആൺകുട്ടിയല്ല. മറിച്ച് ആൺകുട്ടിയാരാ? യഥാർത്ഥത്തിലെ ആൺകുട്ടിയാരാ? റിജാലുല്ലാ തുൽഹീം. അവർ അല്ലാഹുവിന്റെ സ്മരണയെ കുറിച്ച് മറക്കാത്തവരാണ്. അവർ ഏത് ഭൗതികമായ കച്ചവടത്തിലോട്ട് ഇറങ്ങിപ്പോയാലും ആ സമയത്തൊന്ന് അള്ളാനെ മറക്കാത്ത ആളുകളാണ്. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഉൾപ്പെടുത്തുമാറാവട്ടെ. ഏത് കച്ചവടമാണെങ്കിലും എന്താണെങ്കിലും അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്കുമ്പോൾ നമുക്ക് മറുപടി കൊടുക്കാൻ മനസ്സുണ്ടാകണം. നമുക്ക് നമ്മളുടെ ഉള്ളിൽ കിടുകിടാ ഇറക്കണം. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഈ അവിടെ അടങ്ങിയിരിക്കുന്ന മഹാത്മാക്കളുടെ ആ ഒരു ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അള്ളാഹു അത്തരത്തിൽ നല്ല രീതിയിൽ തഖ്വയുള്ളവരായി ജീവിക്കാൻ തൗഫീഖ് തരുമാറാവട്ടെ. ഇവിടെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോഴാണ്, തഖ്വ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്കും വലിയാകാൻ കഴിയുക. അല്ലെങ്കിൽ നമ്മളെ വലി എന്ന് പറയുന്നതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. തഖ്വയില്ലാത്ത വലി അതെന്തൊരു വലി? അങ്ങനെ വലിയകളിൽ വലിയാണോ അവർക്ക് തഖ്വയുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ആരാകാം? തഖ്വയുള്ളവരായി മാറാം. തഖ്വയുള്ളവരായി മാറിയ നമുക്കും ആരാകാം? അള്ളാഹുവിന്റെ വലിയകളാകാം. അള്ളാഹുവിന്റെ വലിയകളാക്കി അള്ളാഹു നമ്മെ ഓരോരുത്തരെയും മാറ്റുമാറാവട്ടെ. തഖ്വ നമ്മുടെ തെറ്റുകളിൽ നിന്ന്, നമ്മുടെ തെറ്റിലേക്ക് ഇങ്ങനെ വഴുതി വീഴുന്ന സമയത്ത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തഖ്വയുണ്ടെങ്കിൽ ആരും കാണാനില്ല, ആരും നമ്മളെ ശ്രദ്ധിക്കാനില്ല, ആരും നമ്മളെ നോക്കാനില്ല. ഇപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്താൽ ആ സമയത്ത് എന്നെ കാണാൻ ആരുമില്ലെന്നു പറഞ്ഞ് തെറ്റ് ചെയ്യാൻ അടുക്കുമ്പോ ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവിനെ ഓർമ്മ വരണം. അങ്ങനെ നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാടൊന്നും നീട്ടി പരത്തി പറയുന്ന എല്ലാ ദിവസവും ആള് അങ്ങനെ 3-4 ദിവസം ആയതുകൊണ്ട് നമുക്കൊരു പ്രയാസം ഉണ്ടാവും അല്ലേ? ഞാൻ ചുരുക്കാം ഇൻഷാ അല്ലാഹ്, വേഗം അവസാനിപ്പിക്കാം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ഹദീസും ഖുർആനായത്തും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തിരിച്ചൊന്നു മാത്രം തന്നാ മതി. എന്ത്? സ്വലാത്ത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ സ്വലാത്തിനെ സ്വീകരിക്കുമാറാവട്ടെ.
പരിശുദ്ധ ഹബീബിന്റെ തിരുറൗള ശരീഫിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ മജ്ലിസിൽ ഇരുന്ന് സ്വലാത്ത് ചൊല്ലുന്നവർക്കെല്ലാം അല്ലാഹുവേ നിന്റെ ഹബീബിന്റെ പൂമുഖം സ്വപ്നത്തിൽ ദർശിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. ആ ഹബീബ് ഒരിക്കലും സഹാബത്തിനോട് സംസാരിക്കുന്ന വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ, അല്ലയോ സ്വഹാബത്തെ, കിഫ്ല് എന്ന് പറയുന്ന ഒരു മനുഷ്യനും ബനൂ ഇസ്രായേലിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ വലിയ ധനാഢ്യനായിരുന്ന സമ്പന്നനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യന്റെ അടുക്കലേക്ക് ഒരു പാവപ്പെട്ട പെണ്ണ് കടന്നു വന്നു. ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലാതെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. ഞാൻ വല്ലാത്ത പ്രയാസങ്ങളുടെ കനൽപദങ്ങളിലൂടെ ഞാൻ നടന്നു നീങ്ങുകയാണ്. ഞാൻ എത്രമേൽ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നതെന്നറിയോ? അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ എനിക്കൊരു ജോലി തന്ന ആ ജോലിയിൽ നിന്നും കിട്ടുന്ന കൂലി കൊണ്ട് എനിക്ക് ജീവിക്കാമല്ലോ. എന്നാ പെണ്ണ് ആ മനുഷ്യനോട്, ചെറുപ്പക്കാരനോട് പറയുമ്പോ ആ സമയത്ത് ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുകയാ, ശരി, എന്നാ നിനക്ക് ഞാൻ ജോലി തരാ, നിനക്ക് ഞാൻ കൃത്യമായി ശമ്പളവും തരാ. ഈ സമയത്ത് ഈ ചെറുപ്പക്കാരന്റെ ഉള്ളിൽ നിന്നൊരു ചിന്ത വരികയാണ്, ഈ പെണ്ണ് വന്നിരിക്കുന്ന സുന്ദരിയായ, കാണാൻ എന്തൊരു സൗന്ദര്യമെന്നറിയോ? കാണാവല്ല വല്ലാത്ത സുന്ദരിയായ പെണ്ണ് തന്റെ ഓരത്തേക്കും ചാരത്തേക്കും വന്നതെന്നറിഞ്ഞപ്പോ, ആ സമയത്ത് അവൾക്ക് പൈസ വേണമെന്നറിഞ്ഞപ്പോ, ഈ പൈസ കൊടുത്തിട്ട് ഇവരുടെ ശരീരത്തെ സ്വന്തമാക്കാമെന്ന് കരുതി, ഇവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാമെന്ന് കരുതി കിട്ടോ, ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? ആ പെണ്ണിനോട് പറഞ്ഞു, മോളെ, നിനക്ക് എത്ര രൂപയാണ് വേണ്ടത്? നിനക്ക് എത്ര കാശാണ് വേണ്ടത്? നിന്റെ ജീവിതത്തിന്റെ ഏത് പ്രയാസങ്ങളാണ് മാറിപ്പോകേണ്ടത്? നീ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഞാൻ മാറ്റിത്തരാ. നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, എന്റെ ആവശ്യത്തിന് നീ വഴങ്ങിത്തന്നാ മതി എന്ന് പറയുമ്പോ ആ പെണ്ണ് പറഞ്ഞു, ശരി, ആയിക്കോട്ടെ, എനിക്ക് എന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ട്, നിങ്ങൾ എന്നെ സഹായിച്ചേ മതിയാകൂ. എനിക്കിപ്പോൾ ദീനാറുകളും ദിർഹമുകളും കിട്ടിയേ മതിയാകൂ എന്നാ ചെറുപ്പക്കാരനോട് പറയുമ്പോ ആ സമയത്ത് ആ പാവപ്പെട്ട ദീനുള്ള, തഖ്വയുള്ള, ഈമാനുള്ള, ഇസ്ലാമുള്ള ആ പെണ്ണവിടെ നിന്ന് വല്ലാതെ കരയുകയാ. വല്ലാതെ പൊട്ടി എങ്ങനെ കരയുമ്പോ ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, മോളെ, നീ എന്തിനാണ് കരയുക? നീ എന്തിനാണ് സങ്കടപ്പെടുക? നീ എന്തിനാണ് വിഷമിക്കുക? നിനക്ക് വല്ലാത്തൊരു പേടി കാണുന്നുണ്ടല്ലോ, എന്തിനാണ് നീ കരയുന്നത് എന്ന് ആ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുമ്പോ ആ സമയത്ത് ആ പെണ്ണവിടെ നിന്ന് പറയുകയാ, ഈ സമയത്ത് എനിക്കൊരു സാമ്പത്തികമായ ആവശ്യമുള്ളത് കൊണ്ടാണ് നിന്റെ അടുക്കൽ ഞാൻ പൈസ തേടി വന്നത്. അതും നിന്നോട് ഡയറക്റ്റ് ആയിട്ട് ഞാൻ പൈസ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ നിന്നോട് ചോദിച്ചത് എന്തുമാത്രമാണ്, ജോലി തരാമോ എന്നാണ്. ആ ജോലിയിൽ നിന്നും കിട്ടുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ട് എന്റെ ആവശ്യങ്ങൾ നിനക്ക് പൂർത്തീകരിക്കപ്പെടാൻ കഴിയുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് നിന്റെ മുന്നിൽ വന്നത്. പക്ഷേ നീ ഒരു ഭ്രാന്തനെ പോലെ എന്റെ മേലെ ചാടി വീഴുകയാണോ? നീ ഹറാമ് ചെയ്യുകയാണോ? അതേ, എനിക്ക് എന്റെ റബ്ബിനെ പേടിയാ. ഞാൻ എന്റെ റബ്ബിനെ വല്ലാതെ ഭയക്കുകയാ. അതെ, നാളെ ഞാൻ മരണപ്പെട്ടു പോയാ, ഞാൻ നാളെ ഖബറിൽ ചെന്ന്, ഞാൻ നാളെ മീസാനിൽ ചെന്ന്, ഞാൻ നാളെ സിറാത്ത് എന്ന പാലത്തിന്റെ മുമ്പിൽ വന്ന എന്നെ സഹായിക്കാൻ ആരുണ്ടടാ? എന്നെ ചേർത്തു പിടിക്കാൻ ആരുണ്ടടാ? അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോ ഞാനൊരു ഹറാമിയത്തിന് കൂട്ടുനിന്നാൽ ഞാൻ പച്ചമണ്ണിൽ നിന്നും എന്നെ പടച്ചെടുത്ത പടച്ചറബ് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഞാൻ എന്ത് സമാധാനം പറയുമെന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ചെറുപ്പക്കാരൻ വല്ലാതെ ഭീതിജനകമായ സാഹചര്യം രൂപപ്പെടുകയാണ്. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നും പറയുകയാണ്, ഇല്ല ഇല്ല, നീ തഖ്വയുള്ള ഒരു
പെണ്ണാണ്, നീ റബ്ബിനെ പേടിക്കുന്ന ഒരു പെണ്ണാണ്. ഇവിടെ ആരും തന്നെ നിന്നെ കാണാനോ നിന്നെ കാണാനോ ആളുകൾ ഇവിടെ ഇല്ലല്ലോ. നമ്മളിവിടെ തെറ്റ് ചെയ്താൽ ആരും നമ്മളെ വിവരിക്കാനോ കാണാനോ നോക്കാനോ ആളുകൾ ആരും തന്നെ ഇവിടെ ഇല്ലല്ലോ. ഈ സമയത്ത് പോലും ഇല്ല എനിക്ക് പറ്റില്ലടോ, ഇല്ല എനിക്ക് കഴിയില്ലടോ. ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാത്രമാണ് നിന്റെ മുന്നിൽ എത്തിച്ചത്. ഞാൻ എന്റെ റബ്ബിനെ എത്രമേൽ ഭയക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? ഞാൻ എന്റെ റബ്ബിനെ എത്രമേൽ ഭയപ്പെടുന്നുണ്ട്, പേടിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ വല്ലാതെ വാവിട്ട് കരയുകയാ. അല്ലാഹ് റബ്ബേ, ഞാൻ എത്രമേൽ ക്രൂരതയാണ് ചെയ്തു പോയത്. റബ്ബേ, ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തു പോയത്. ഞാൻ എത്ര വലിയ പാപത്തിലേക്കാണ് ഞാൻ എന്റെ മനസ്സിനെയും ശരീരത്തെയും ഞാൻ തള്ളിയിടുന്നത്. റബ്ബേ, അതുകൊണ്ട് പൊയ്ക്കോ. നിനക്ക് എത്ര വേണമെങ്കിലും സമ്പത്തിന്റെ സമ്പാദ്യത്തിൽ നിന്ന് നീ എടുത്തുകൊള്ളുക. ഇത് പറയുന്നത് എന്റെ വാക്കല്ല, ഇത് ഹബീബായ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ വചനാമൃതങ്ങളാണ്. ആ കിഫ്ൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ആ പെണ്ണിന് വേണ്ട സർവ്വ സമ്പത്തും അവളുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തിട്ട് പൊക്കോ, നീ ഇങ്ങോട്ട് മടങ്ങി വരണ്ട. നിന്റെ ജീവിതത്തിന് എത്ര ആവശ്യങ്ങളുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ നടക്കാനുണ്ടോ, അത് മുഴുവനും നീ കൊണ്ടുപോയിക്കോ. നിന്നെ ആരും തടയില്ല മോളെ. നീ വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട, പ്രയാസപ്പെടണ്ട എന്ന് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് നിലവിളിക്കുകയാണ്. എന്നിട്ട് റബ്ബിനോട് ഹൃദയം പൊട്ടിക്കൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ, ഇല്ല റബ്ബേ, ഇല്ല, എന്റെ ജീവിതത്തിൽ ഇനി ഞാനൊരു തെറ്റ് ചെയ്യില്ല. ഇനി എന്റെ ജീവിതത്തിൽ ഞാനൊരു തെറ്റുകുറ്റവും ചെയ്യില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു പാപത്തിനോട്ടം നടന്നു നീങ്ങില്ല. ആരെന്ത് പറഞ്ഞാലും, എന്റെ സുഹൃത്ത് തള്ളിവിട്ടാലും, എന്റെ അയൽവാസികൾ തള്ളിവിട്ടാലും, ഞാനുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ എന്നെ തള്ളിവിട്ടാലും, റബ്ബേ, ഇനി മേലാ ഞാനൊരു തെറ്റും ചെയ്യില്ല എന്നാ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ശപഥം ചെയ്യുകയാ. അതേ ബോധരഹിതനായിട്ട് താഴോട്ട് നിലംപതിക്കുകയാണ്. ആ മനുഷ്യൻ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതേ ആ മനുഷ്യൻ അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുത്തുവത്രേ. ആ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തുവത്രേ. ആ മനുഷ്യനെ കാണാൻ, ആ മനുഷ്യന്റെ മയ്യത്ത് കാണാൻ ആളുകൾ വന്നപ്പോ ആ മനുഷ്യനെ കിടന്നുറങ്ങുന്ന, മയ്യത്തായി കിടക്കുന്ന വീടിന്റെ വാതിലുണ്ടല്ലോ, ആ വാതിൽ പണിയുടെ മുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഈ മനുഷ്യന്റെ പാപം അല്ലാഹു പുറത്തിട്ടുണ്ടേ, ഈ മനുഷ്യന്റെ പാപം അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ടേ. കാരണമെന്താണ്? തെറ്റിലേക്ക് പോകാനുള്ള സാധ്യതകളെല്ലാം അനുകൂലമായിരുന്നു, സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരുന്നു. പക്ഷേ ആ സമയത്ത് ആ പെൺകുട്ടി എന്റെ റബ്ബിനെ കുറിച്ച് ഓർത്തപ്പോ, എന്റെ റബ്ബിനെ കുറിച്ച് എന്നോട് പറഞ്ഞു തന്നപ്പോ ഞാൻ പേടിച്ചുപോയി. ഞാൻ വല്ലാതെ ഭയപ്പെട്ടുകൊണ്ട് നിലംപതിക്കുകയാണ് ചെയ്തത്. ആ സമയത്താണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസ് ഇങ്ങനെ പൂർത്തിയാക്കുകയാണ്. ലൗ അഅലമു മാ തഅലമൂ, ലൗ തഅലമൂന മാ അഅലമൂ സഹാബ, ഞാൻ അറിഞ്ഞതങ്ങാട് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിഖ്തുമ ഖലീലാ വലബഖൈതു കസീറാ, നിങ്ങൾ ധാരാളം കരയുകയും നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും ചെയ്യുമായിരുന്നു. മാത്രവുമല്ല, വമാ തലദ്ദതും ബിന്നിസാ, നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കലേക്ക് പോയിട്ട് നിങ്ങൾ ഒരു നേരം പോലും അവളോട് സ്വറ പറഞ്ഞിരിക്കില്ല. നിങ്ങൾ ഒരു സമയം പോലും കളയാതെ നിങ്ങൾ ഏതെങ്കിലും മലഞ്ചെരുവിലേക്ക്, നിങ്ങളേതെങ്കിലും മലഞ്ചെരുവിലേക്ക് നിങ്ങൾ പാഞ്ഞു പോയിട്ട് ആ മലഞ്ചെരുവിൽ അല്ലാഹുവിന്റെ സുജൂദിലായി, റുകൂഇലായി, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ചിന്തകളിലായി കഴിഞ്ഞുകൂടുമായിരുന്നു എന്ന് ഇതേവരെ കള്ളം പറയാത്ത മുഖ്ബിറേ സ്വാദിഖ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. ഇത് കേട്ടപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരി ഹബീബായ മുത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബിമാരിൽ ഒരാളായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ ഹദീസ് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു നബിയേ, വല്ലാതെ ഭയം വരികയാണ്. അന്നീ ഞാനായിരുന്നുവെങ്കിൽ ശജറത്തന തുഅലദു, ഞാൻ ഏതെങ്കിലും ഒരൊക്കെ മരവൃക്ഷമായിരുന്നുവെങ്കിൽ, ഞാൻ ഏതെങ്കിലും ഒരു വൃക്ഷമായിരുന്നുവെങ്കിൽ, ഞാൻ ഏതെങ്കിലും സസ്യമായിരുന്നുവെങ്കിൽ ആരെങ്കിലും എന്നെ നുള്ളി പിഴുതെറിയുമായിരുന്നല്ലോ നബിയേ. ഞാൻ അത്രമേൽ നിസാരക്കാരനായി മാറിയിരുന്നുവെങ്കിൽ എത്രമേൽ നന്നായേനെ എന്ന് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കേട്ടപ്പോ, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് സന്തോഷത്തിന്റെ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഭൂമിയിലൂടെ വിഹരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഏതെങ്കിലും മലഞ്ചെരുവുകളിലേക്ക് പോയി അവിടെ നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലായി കഴിഞ്ഞുകൂടിയേനെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ സഹാബത്ത് പേടിച്ചു. ഇത് കേട്ടിട്ട് നമുക്കിന്നേവരെ പേടി വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള രീതിയും ഭാവവും നമ്മളൊന്ന് ആലോചിച്ചു നോക്കി. അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞത് നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ കരയില്ല, നമ്മൾ ചിരിക്കില്ല, നമ്മൾ എപ്പോഴും കരച്ചിലായിരിക്കും. നമുക്ക് നമ്മുടെ ഭാര്യമാരുടെ അടുക്കലേക്ക് പോലും പോകാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരോട് സ്വറ പറഞ്ഞിരിക്കാൻ കഴിയില്ല, മക്കളുമായിട്ട് ചേർന്നിരിക്കാൻ കഴിയില്ല. ദുനിയാവിന്റെ ചുരുക്കം പറഞ്ഞാൽ ദുനിയാവിന്റെ ഒരു സന്തോഷദായകമായ സാഹചര്യങ്ങളിലേക്ക് നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തെറ്റ് വരുമ്പോ എന്റെ സഹോദരങ്ങളെ, ഏത് സമയത്തും നമ്മുടെ തെറ്റിലേക്ക് ചായാനും വീഴാനും, നമ്മളൊരു വീട് വെക്കാൻ പോവാ, ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു വീട് വെക്കാൻ പോവാ, ആ സമയത്ത് നമ്മുടെ സുഹൃത്ത് പറയാടാ നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നീ ഒന്ന് ലോൺ എടുക്കാൻ പറയാം. നമ്മളെ വല്ലാണ്ട് നിർബന്ധിക്കാം. നീ ലോൺ എടുത്താൽ നിനക്ക് രക്ഷപ്പെടാൻ, നിനക്ക് ശമ്പളം ഉണ്ടല്ലോ, നിനക്ക് കൃത്യമായിട്ട് ബിസിനസിന്റെ വരുമാനങ്ങൾ ഉണ്ടല്ലോ, നിനക്ക് കൃത്യമായിട്ട് തടഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ലോൺ എടുക്കാൻ നമ്മളെ നിർബന്ധിക്കുമ്പോ അവിടെ തക്കവയുണ്ടാവണം. ആദ്യരാത്രി ഏതെങ്കിലും ഒരു പെണ്ണൊരു മെസ്സേജ് അയക്കുമ്പോ, വാട്സപ്പിലും ഫേസ്ബുക്കിലും അടക്കം സോഷ്യൽ മീഡിയയിലും മെസ്സേജ് അയക്കുമ്പോ ആ മെസ്സേജിന് റീപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് ആലോചിക്കണം, റബ്ബേ എന്റെ തൃപ്തിയും പൊരുത്തവും എനിക്കുണ്ടോ എന്ന് ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. നിങ്ങൾക്കറിയുമോ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു ചരിത്രമൊക്കെ നമുക്കറിയുന്നതാണല്ലോ. ആ ഒരു ദുആ നമ്മൾ പഠിച്ചു വെക്കണം എപ്പോഴും. ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ, തെറ്റിലേക്ക് വഴുതി വീഴുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ സൃഷ്ടിച്ചെടുക്കപ്പെടുമ്പോ, ആ ഘട്ടങ്ങളിലെല്ലാം നമുക്ക് അല്ലാഹുവിനോടുള്ള ഭയം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ നമ്മൾ എന്തുണ്ടാകണം നമ്മുടെ ഹൃദയത്തിൽ? അതിന് നമ്മൾ ഈ ദുആ പറയണം. ഏത് ദുആ? ഖാല മഅദല്ലാഹ്, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ദുആ. അല്ലാഹുവേ, ഞാൻ നിന്നോട് അഭയം തേടുകയാണ്, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. അല്ലാഹു പറഞ്ഞല്ലോ, പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും മനോഹരമായ ചരിത്രമേതാ? അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു ഇത്രമേൽ മനോഹരമാക്കി പറഞ്ഞ മറ്റൊരു ചരിത്രമുണ്ടോ? അതേ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഞാൻ ഖുർആനിൽ അവതരിപ്പിച്ച മനോഹരമായ ചരിത്രങ്ങളിൽ ഏറ്റവും മനോഹരമായ ചരിത്രം അത് യൂസുഫ് നബിയുടെ ചരിത്രമല്ലയോ? ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബിയെ ക്ഷണിക്കുമ്പോ, വറാബദതുല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി വഗല്ലഖതിൽ അബ്വാബ്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സുലൈഖ ബീവി മാടി വിളിച്ചപ്പോ, ആ സമയത്ത് യൂസുഫ് നബി പറഞ്ഞ ഒരു മറുപടി കൊണ്ട്, മോനെ, ആ മറുപടി പഠിച്ചിട്ട് വേണം നമ്മൾ ഇവിടെ നിന്ന് യാത്രയാകാൻ, ഈ സദസ്സ് പിരിഞ്ഞു പോകാൻ. ഖാല അല്ലാഹുവേ, സുലൈഖ എന്ന് പറയുന്ന പെണ്ണെന്നെ മാടി വിളിക്കുന്നുണ്ട് റബ്ബേ. അതുകൊണ്ട് അല്ലാഹ്, ഞാൻ നിന്നോട് അഭയം തേടുകയാണല്ലോ, നിന്റെ മുന്നിൽ ഞാൻ സർവ്വതും സമർപ്പിക്കുകയാണ് റബ്ബേ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ മുന്നിൽ സർവ്വതും സമർപ്പിക്കാതെ നമുക്ക് കഴിയണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. എന്നാൽ മാത്രമാണ് ഈ തഖ്വയും ഈ ഇഖ്ലാസും ഒക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ഊട്ടി ഉറപ്പിക്കുമ്പോഴും ഈ തഖ്വ നമ്മുടെ ഹൃദയാന്തരാളങ്ങൾ സജീവമാക്കുമ്പോഴുമാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? നമ്മൾക്ക് അല്ലാഹുവിന്റെ മുഖറബീങ്ങളാകാൻ കഴിയുക, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരാകാൻ കഴിയുക, അല്ലാഹുവുമായി ചേർന്നിരിക്കാൻ കഴിയുക. അല്ലാഹു അത്തരത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അങ്ങനെ അല്ലാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് കഴിഞ്ഞ, റബ്ബിനോട് ചേർന്നിരിക്കാൻ, റബ്ബിന്റെ മുഖറബീങ്ങളാകാൻ നമുക്ക് കഴിഞ്ഞ, നമുക്ക് ദുനിയാവിലെ പ്രയാസങ്ങളില്ല, നമുക്ക് ദുനിയാവിലെ പ്രതിസന്ധികളില്ല, നമുക്ക് ദുനിയാവിലെ വേദനകളില്ല, നമുക്ക് ദുനിയാവിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ല. അതേ അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു പറഞ്ഞല്ലോ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അതേ എന്റെ സഹോദരിമാരെ, ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളാണ്. അല്ലാഹുവിന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ തന്നിട്ടില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നവരെ, അല്ലാഹുവിന്റെ ജീവിതത്തിൽ ഒരു മെച്ചപ്പെട്ട ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അല്ലാഹു എനിക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞ് 24 മണിക്കൂർ കണ്ണീരൊലിപ്പിക്കുന്നവരെ, നിങ്ങൾ കേട്ടുകൊള്ളുക, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നാലും ഇല്ല, പ്രതിസന്ധികളെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയോ? നിങ്ങൾക്ക് തഖ്വയുണ്ടെങ്കിൽ, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടെങ്കിൽ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു ഭാഗ്യം നസീബാക്കുമാറാവട്ടെ. എന്റെ സഹോദരങ്ങളെ, അങ്ങനെ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരായാൽ, അല്ലാഹുവിന്റെ അടുത്ത ആളുകളായി മാറിയാൽ അവരെ കണ്ടുപിടിക്കാൻ ഒരു അടയാളമുണ്ട്. അവരെ കണ്ടുപിടിക്കാനുള്ള ഒരു അടയാളമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാവട്ടെ. അടയാളം പറയട്ടെ? പറയണോ? പറയാലേ? അല്ലാഹു മനസ്സിലാക്കാൻ ഈമാൻ തരുമാറാവട്ടെ. അവരെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് അവരോടൊപ്പം ചേർന്നിരിക്കണം, അവരുമായിട്ട് നമ്മൾ സഹവസിക്കണം, അവരുമായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെയുള്ള ഒരു സുഹൃത്ത്, നമ്മുടെ സുഹൃത്ത് ഏതെങ്കിലും കഞ്ചാവ് പിടിക്കുന്നവനായി മാറരുത്, ഏതെങ്കിലും പലിശ നിൽക്കുന്നവനായി മാറരുത്. നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഇഷ്ടക്കാരായി മാറണം. അങ്ങനെയുള്ള സുഹൃത്തിനെ നമുക്ക് തെരഞ്ഞെടുക്കാനും കഴിയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വേള ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ പ്രവാചകരെ, ഞങ്ങൾ ആരോടൊപ്പമാണ് നബിയെ ഇരിക്കേണ്ടത്? അയ്യു ജുലസാഇനാ ഖൈർ, ഞങ്ങൾ ആരോടൊപ്പമാണ് ചേർന്നിരിക്കേണ്ടത്? ഞങ്ങളുടെ കൂട്ടുകാരൻ ആരാകണം യാ നബിയല്ലാഹ്? ഞങ്ങൾ ആരാണ് ഞങ്ങളുടെ കൂട്ടുകാരനായിട്ട് തിരഞ്ഞെടുക്കേണ്ടവരാരാ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ഇന്നു മുതൽ നമ്മുടെ കൂട്ടുകാരവരാകണം എന്റെ പ്രിയപ്പെട്ടവരെ. ആ കൂട്ടുകാരെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഹദീസിൽ ഹബീബായ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ദക്കറകും ബില്ലാഹ്, അവരാരെന്നറിയോ? അവനെ കാണുമ്പോ അല്ലാഹുവിനെ ഓർമ്മ വരണം. നിങ്ങൾ അവനെ കാണുമ്പോ അല്ലാഹുവിന്റെ ചിന്ത നിങ്ങൾക്കുണ്ടാകണോ? അവനെ കാണുമ്പോ അല്ലാഹുവേ നിന്നെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാകുന്നവരാണ്. അവരാണ് നിനക്ക് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കാനും കൂട്ടുകൂടാനും സംസാരിക്കാനും ഒക്കെ ഏറ്റവും യോഗ്യനായ മനുഷ്യനെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സുഹൃത്തിനെ കാണുമ്പോ നമുക്ക് നമ്മുടെ റബ്ബിനെ ഓർമ്മ വരണമെന്ന്. നമ്മളെ കാണുമ്പോൾ നമ്മുടെ സുഹൃത്തിന് ഓർമ്മ വരുന്നത് എന്താണെന്ന് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മുടെ സമ്പത്തിനെ വിറ്റു തുലച്ചത്, നമ്മളുമായിട്ട് പ്രശ്നമുണ്ടാക്കിയത്, നമ്മളെയും നമ്മുടെ സുഹൃത്തിനെയും തമ്മിൽ അടിച്ച് പിരിച്ചത്, നമ്മുടെ സമ്പത്തിനെ മോഷ്ടിച്ചു കൊണ്ടുപോയത്, നമ്മളെ ആക്രമിച്ചത്, നമ്മളോട് വളരെ മോശമായ നിലയിൽ വർത്തിച്ചതൊക്കെയാണ് നമ്മുടെ സുഹൃത്തിന് നമ്മളെ കാണുമ്പോൾ ഓർമ്മ വരിക. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ.
അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. യഥാർത്ഥത്തിൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സുഹൃത്തിന് നമ്മളെ കാണുമ്പോൾ ആരെ ഓർമ്മ വരും? നമ്മൾ ആലോചിക്കണ്ടേ? ചുമ്മാ ഇങ്ങനെ ദുനിയാവിന്റെ പുറത്ത് എല്ലാവരും ജീവിക്കണം, ഞങ്ങളും ജീവിക്കണം, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, ഞങ്ങളും ഭക്ഷണം കഴിക്കുന്നു, ഇങ്ങനെ അങ്ങ് ഓടുകയാണ്. എപ്പോൾ മരിക്കുമെന്നറിയില്ല, എപ്പോഴാണ് ആത്മാവ് വിട പറയുന്നതെന്നറിയില്ല. സഹോദര, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വേണ്ടേ? നമ്മുടെ മക്കൾക്ക് നമ്മളെ കാണുമ്പോൾ റബ്ബിനെ കുറിച്ച് ചിന്ത വേണ്ടേ? നമ്മുടെ ഭാര്യക്ക് നമ്മളെ കാണുമ്പോൾ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരണ്ടേ? എന്നും നമ്മളെ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, ആ സുഹൃത്ത് നമ്മളെ കാണുമ്പോൾ അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കണ്ടേ? അങ്ങനെയുള്ള സുഹൃത്ത് നമുക്കുണ്ടോ? അങ്ങനെയുള്ള സുഹൃത്തുണ്ടെങ്കിൽ അവൻ വലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാൻ പറഞ്ഞതല്ല, ആദരവായ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൻ ഔലിയാ അല്ലാഹ്, ആരാണ് നബിയേ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരാ? അല്ലാഹുവിന്റെ വലിയകൾ ആരാണ്? അവരുടെ അടയാളം ഏതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കവേ, അവിടെ നിന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവനെ കണ്ടാൽ അള്ളാഹിനെ ഓർമ്മ വരുന്നവരാണ്. അവനെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സുഹൃത്തിനെ കാണുമ്പോ നമുക്ക് തെറ്റ് ചെയ്യുവാനുള്ള ആസക്തിയാണ് ഉള്ളിൽ നിന്നും ഉണ്ടാകുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായിട്ട് മാറാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ സുഹൃത്ത് നമ്മളെ കാണുമ്പോൾ അവന് പുകവലിക്കുന്നതാണ് ഓർമ്മ വരിക, അവന് കഞ്ചാവ് ഉപയോഗിക്കുന്നതാണ് ഓർമ്മ വരിക, അവൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളെ കുറിച്ചിട്ടാണ് അവന് ചിന്ത വരിക നമ്മളെ കാണുമ്പോഴെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വലിയാൻ കഴിയുക? സഹോദരിമാരാലോചിക്കും, ചിന്തിക്കും. നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അയൽവാസിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ, സുഹൃത്തായ സഹോദരിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ഇവളെ എന്നെ കുറിച്ച് എന്തൊക്കെയോ അവളോട് പോയി പറഞ്ഞു എന്നതാണെങ്കിൽ, എന്റെ കുറ്റം കുറെ അവളോട് പറഞ്ഞു, ഇവളോട് പറഞ്ഞു, നാട് നീളെ പറഞ്ഞു നടന്നു, ഇതാണ് ഓർമ്മ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയാകാൻ കഴിയില്ല, വലിയത്തുകളാകാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടരുകയാണ്. ആ ഹദീസ് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയോ, മൻ ദക്കറകും ബില്ലാഹി റുയതുഹു, അവനെ കാണുമ്പോൾ തന്നെ നമുക്ക് അല്ലാഹുവിനെ ഓർമ്മ വരികയാണ്. വസാദ ഫീ ഇൽമികും മൻതിഖുഹു, അവനോട് നമ്മൾ സംസാരിക്കുമ്പോ, അവനോട് നമ്മൾ വർത്തമാനം പറയുമ്പോ, അവനോട് നമ്മൾ വിശേഷണങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയുമ്പോ, ആ സമയത്ത് വസാദ ഫീ ഇൽമികോ, നമുക്ക് ഇൽമു വർദ്ധിക്കുന്നതാണ്. മാത്രവുമല്ല എൻ്റെ സഹോദരാ, വദക്കറകും ബിൽ ആഖിറതി അമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോ, അവന്റെ അഅമാലുകൾ കാണുമ്പോ, അവന്റെ അനക്കങ്ങൾ കാണുമ്പോ, അവന്റെ അടക്കങ്ങൾ കാണുമ്പോ, അവന്റെ ചലനങ്ങളും നിശ്ചലനങ്ങളും കാണുമ്പോ, അതേ നമുക്ക് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മ വരികയാണ്, അതേ ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത വരികയാണ്. അവരാണ് ചെറുപ്പക്കാരാ നിന്റെ കൂട്ടുകാരൻ, അവനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്റെ കൂട്ടുകാരൻ. അതേ ഇന്നു മുതൽ നമ്മൾ തീരുമാനമെടുക്കണം. എന്റെ ഫ്രണ്ടിന്റെ ലിസ്റ്റ് ഒന്ന് എടുത്തൊന്ന് പരിശോധിച്ചു നോക്കണം, എന്റെ കൂട്ടുകാരുടെ ലിസ്റ്റ് ഒന്ന് എടുത്ത് പരിശോധനക്ക് വിധേയമാക്കണം. ഈ ലിസ്റ്റിൽ ഫേസ്ബുക്ക് എടുത്ത് തുറന്നു നോക്കിയാ, ഇൻസ്റ്റഗ്രാം എടുത്തൊന്ന് തുറന്നു നോക്കിയാ, എന്നെ ഫോളോ ചെയ്തിരിക്കുന്ന, എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എത്ര ആളുകളെ കാണുമ്പോഴാ എന്റെ റബ്ബിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത്, ആഖിറത്തിനെ കുറിച്ച് എനിക്ക് ചിന്ത വരുന്നത്, നാളെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മഹ്ശറയെ കുറിച്ച് എനിക്ക് ഓർമ്മ വരിക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത്തരത്തിലുള്ള സുഹൃത്തുക്കളെ നമ്മൾ സമ്പാദിച്ചെടുക്കണം. കാശ് സമ്പാദിക്കുമ്പോ വീടുകളും ബംഗ്ലാവുകളും നമ്മുടെ ബിസിനസ്സുകളും നമ്മളെല്ലാം സമ്പാദിക്കുന്നവരാണ്. ഇതെല്ലാം സമ്പാദിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നു പോകാറുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ അവരത്തരത്തിലുള്ളവരാകണം. നമ്മൾ ആഖിറത്തിനെ കുറിച്ച് ഓർമ്മിക്കണം.
നമ്മൾ പലിശ എടുക്കാൻ പോകുമ്പോ, ലോൺ എടുക്കാൻ പോകുമ്പോ അവൻ നമുക്ക് പറഞ്ഞു തരണം, എടുക്കലടാ ഇപ്പോഴത്തെ ശരിയാവൂല, അത് റബ്ബിന് ഇഷ്ടമല്ല, നിന്റെ സർവ്വതും തകരും, പഠിപ്പിച്ചു തരണം. നിസ്കാരം ഒഴിവാക്കുന്നതായി എനിക്ക് ശ്രദ്ധയിൽ പെടുന്നുണ്ട്. അതുകൊണ്ട് നീ നിസ്കാരത്തെ മുറ പോലെ പിടിച്ചോണം. നീ അതിനെ കളഞ്ഞെവിടെ കുളിക്കുന്നു അന്ന് നീ പരാജയപ്പെട്ടു പോകും, അല്ലാഹുവിന്റെ സഹായം ഇല്ലാതെ പോകും എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സുഹൃത്ത് നമുക്ക് ഉണ്ടാവണ്ടേ? അങ്ങനെ ഒരു സുഹൃത്തിനെയല്ലേ നമ്മൾ ജീവിതത്തിൽ സമ്പാദിക്കേണ്ടത്. അല്ലാതെ കുറെ ചപ്പചവറായിട്ട് കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിട്ട് തിയേറ്ററിൽ പോകാം, ബാളി അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം, എന്തിനും ബൈക്ക് എടുത്ത് കാർ എടുത്ത് സമ്പത്തൊക്കെ ഉണ്ടാകും, കുറെ സുഹൃത്തുക്കൾ ഉണ്ടാകും. ഇതൊന്നും ഇല്ലാത്തപ്പോ ഒന്നും ഒരുത്തിനുണ്ടാവില്ല. എടാ നീ വയ്യാതെ വീട്ടിൽ കിടക്കുമ്പോ ആ സമയത്ത് ആരും ഉണ്ടാവില്ലാന്ന്. നാളെ പരലോകത്ത് നിങ്ങൾ വിരൽ കടിക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു വലിയ സുഹൃത്തുണ്ടായിരുന്നു, ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത്, ഉബയ്യ് ബിൻ ഖലഫ്. വലിയ സുഹൃത്തുക്കളായിരുന്നു അവർ ഇരുവരും, രണ്ടുപേരും വലിയ സുഹൃത്തുക്കൾ. പിരിയാൻ കഴിയാത്ത അത്രമേൽ ബന്ധത്തിന്റെ ഉടമകളായിരുന്നു ഇവർ രണ്ടുപേരും. മുനാഫിക്കുകളുടെ നേതാവായിരുന്നു, മുനാഫിക്കുകളായിരുന്നു ഇവർ. ഒരു വേള ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സഹാബാക്കൾക്കും ഈ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഒരിക്കല് അല്ലാഹുവിന്റെ റസൂലിനോട് ഇവൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് വേണ്ടി കിട്ട് ഞാൻ ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി കിട്ട് ഞാൻ ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട്. യാ നബി അല്ലാഹ്, നിങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കണം. അല്ലാഹുവിന്റെ റസൂൽ ആ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തിന്റെ അടുക്കലേക്ക് വരികയാണ്. ആ സമയത്ത് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തിന്റെ അടുക്കൽ വരുമ്പോ, ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല ഉഖബ, ഇല്ല ഉഖബ, നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കില്ല മോനെ. നീ കലിമത്തു തൗഹീദ് ഉച്ചസ്ഥലം പ്രഖ്യാപിക്കാതെ, നീ മുസ്ലിം ആകാതെ, മുഅ്മിനാകാതെ, മുത്തഖിയാകാതെ നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കില്ലടാ എന്നല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്. ഹബീബായ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അവന് വല്ലാത്ത നാണക്കേടായി. എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുഹമ്മദ് എന്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആളുകൾ എന്നെ കുറ്റം പറയുമല്ലോ, എന്നെ ആക്ഷേപിക്കുമല്ലോ, എന്നെ പരിഹസിക്കുമല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് അവൻ ഉറക്കെ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളെ ഞാൻ വിശ്വസിക്കുകയാണ്, അല്ലാഹുവിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയാണ്, യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ല. ആ സമയത്ത് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തിന്റെ വീട്ടിൽ നിന്നോ അല്ലാഹുവിന്റെ റസൂൽ അതാ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ മടങ്ങിപ്പോയപ്പോ കുറെ സമയം കഴിഞ്ഞു. ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഉബയ്യ് ബിൻ ഖലഫിനെ കണ്ടുമുട്ടുകയാണ്. ആ സമയത്ത് ഉബയ്യ് ബിൻ ഖലഫ് ചോദിക്കുകയാണ്, ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത്, നിന്നെ കുറിച്ച് ഞാൻ ഒരു കാര്യം അറിഞ്ഞല്ലോടാ, നീ ഒരു കാര്യം ചെയ്തുവെന്ന് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടല്ലോ, നീ മുസ്ലിമായതെന്ന് ഞാൻ അറിഞ്ഞല്ലോ, നീ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നറിഞ്ഞല്ലോ. അപ്പോ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് പറഞ്ഞു, ഇല്ലടാ, ഇല്ല മോനെ, ഇല്ല, ഞാൻ മുഹമ്മദ് നബിയെ വിശ്വസിച്ചിട്ടില്ല, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിച്ചിട്ടില്ല, ഞാൻ അല്ലാഹുവിനെ വിശ്വസിക്കാത്ത ആളാണ്. ഇബ്നു ഖലഫ് പറഞ്ഞു, ഇല്ല 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 ഇല്ല, ഞാൻ ഇത് വിശ്വസിക്കില്ല, ഞാൻ ഈ പറയുന്നത് ഒരു കാരണവശാലും വിശ്വസിക്കില്ല, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്യാതെ ഉഖബാ, നിന്റെ ഒരു വർത്തമാനവും ഞാൻ വിശ്വസിക്കില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ അനുവർത്തിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ? ആ സമയത്ത് ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന മുനാഫിഖിന്റെ നേതാവായവൻ പറയാണ്, നീ മുഹമ്മദിന്റെ അടുക്കൽ ചെല്ലണോ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പിരടിയിലേക്ക് നീ ആഞ്ഞു ചവിട്ടണോ. ഹബീബായ മുത്തിന്റെ പിരടിയിലേക്ക് ആഞ്ഞു ചവിട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ തുപ്പുകയും വേണോ. എന്നാൽ മാത്രമേ നിന്നെ ഞാൻ വിശ്വസിക്കൂ, എന്നാൽ മാത്രമേ നീ മുഹമ്മദിനെ തള്ളിപ്പറഞ്ഞു എന്ന് ഞാൻ അംഗീകരിക്കൂ എന്ന് തന്റെ സുഹൃത്തിന്റെ ആ ഒരു തൃപ്തിയും പൊരുത്തവും കിട്ടാൻ വേണ്ടി കിട്ടൂ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായിട്ട് പിരിയാത്ത ബന്ധമാണല്ലോ, എന്റെ സുഹൃത്തുമായിട്ട്
പിരിയാൻ കഴിയാത്ത ബന്ധമാണല്ലോ. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ അവനോടുകയാണ്. ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നിട്ട് മുത്തായ തങ്ങളുടെ പിരടിയിലേക്ക് അവൻ ചവിട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് അവന് തുപ്പിയത്രേ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തഫ്സീർ ചെയ്യുന്ന മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ആ തുപ്പലവൻ തുപ്പിയപ്പോ ആ തുപ്പല് നേരെ അവന്റെ മുഖത്തേക്ക് തിരിച്ചു വന്നുവത്രേ. അവന്റെ മുഖത്ത് പതിഞ്ച സ്ഥലം കരിഞ്ഞു പോയത്രേ. അവനും മരിക്കുന്നത് വരെ അവന്റെ മുഖത്ത് കരിഞ്ഞ പാടുകൾ ഉണ്ടായിരുന്നു. എന്റെ സഹോദരാ, കാരുണ്യത്തിന്റെ നിറകുടമല്ലേ നമ്മുടെ റസൂല്? കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമല്ലയോ നമ്മുടെ ഹബീബ്? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഉഖ്ബാ, നോയിക്കോ, നീ കണ്ടോടാ മോനെ, നീ മക്ക വിട്ട് വെളിയിൽ എപ്പോ പോകുന്നുവോ, പോകുമ്പോ നിന്റെ തലയുടെ മുകളിൽ, നിന്റെ ശരീരത്തിന്റെ മുകളിൽ നിന്റെ ശിരസുണ്ടാവില്ല. അതേ ബദറിന്റെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വെച്ചിട്ട് ഹബീബായ നബിയുടെ മേലെ ചവിട്ടിയവന് അവന്റെ തലയിറക്കപ്പെട്ടതായിട്ട് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയോ? എന്റെ സഹോദരങ്ങളെ, ഈ സംഭവം നടക്കുക വഴിയാണ് അല്ലാഹുവിന്റെ മാലാഖ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നിറങ്ങുകയാ, വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വരികയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടം വീർക്കുകയാ, അതാ വഹി എത്തുകയാ, വഹിയിൽ ഒരു ആയത്ത് അവതരിക്കുകയാ. ഏതാ ആയത്തെന്നറിയോ? ഈ ആയത്ത് പഠിക്കണം, ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കണം. കൂട്ടുകാരന് വേണ്ടി ഹറാമ് ചെയ്യാൻ പോകുന്നവരൊക്കെ പഠിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, ഹറാമിൽ നിന്ന് മാറിയേക്ക് അള്ളാഹു ഈമാൻ തരട്ടെ. കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ. എന്റെ കൂട്ടുകാരൻ പറഞ്ഞ ഉപ്പായത്തല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, സ്വന്തം ഉപ്പാനെ അടിക്കുന്നവനെ നമ്മൾ കണ്ടില്ല? കഴിഞ്ഞ ദിവസം വീഡിയോ ഇങ്ങനെ വൈറലായി. സ്വന്തം ഉപ്പാനെ അടിക്കുന്നവൻ, സുഹൃത്തുക്കളുമായിട്ട് കല്ലുകൊണ്ടെറിയുന്നവൻ എങ്ങനെ കഴിയുന്നു ഈ മനുഷ്യവർഗത്തിന്? ഇവൻ എങ്ങനെ കഴിയുന്നു? ഇവനെ സ്വന്തം വളർത്തി വലുതാക്കിയ ഉപ്പയത്തല്ല. അല്ലാഹു ഈമാൻ തരുമാറാവട്ടെ. നോക്കൂ, വയൗമ യഅല്ലാഹു അലാ യദൈഹി യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ. നബിയെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ആയത്ത് അവതരിക്കുക. അവൻ നാളെ മഹ്ശറയിൽ വരുമ്പോ അവൻ അവന്റെ കൈവിരലുകൾ കടിച്ചുകൊണ്ട് പറയുന്നതാണ്, ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ. ഞാൻ എന്റെ റസൂലിനെ കൂട്ടുകാരനാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. അല്ലാഹ് യാ വൈലതാ ലൈതനി ലം നത്തഖിദ് ഫുലാനൻ ഖലീലാ. ഞാൻ ഇന്ന കൂട്ടുകാരനാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായത്. യാ വൈലതാ ലൈതനി, എന്റെ നഷ്ടമേ, എന്റെ വിലാപമേ. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇവനെ ഞാൻ കൂട്ടുകാരനാക്കിയില്ലായിരുന്നുവെങ്കിൽ എത്രമേൽ സന്തോഷകരമായ സാഹചര്യം എനിക്ക് ഉടലെടുത്തേനെ. يا ويلتى ليتني لم اتخذ فلانا خليلا لقد ضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. الله ശൈത്താൻ എന്നെ കുഴപ്പത്തിൽ ചാടിച്ചല്ലോ റബ്ബേ. ഞാൻ എത്രമേൽ അനുഗ്രഹത്തിലായിരുന്നു അല്ലാഹ്, തഖ്വയുള്ള ഒരു ജീവിതത്തിലായിരുന്നല്ലോ.
എന്റെ ഹബീബിനെ ഞാൻ വിശ്വസിച്ചതാണല്ലോ, അതിനുശേഷം എന്നെ മാറ്റിമറിച്ചവൻ ഇവനാണല്ലോ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയും, وقال الرسول يا ربي إن هذا القرآن مهجورا. അല്ലാഹുവേ, ഇവൻ ഖുർആനിനെ അവഗണിച്ചവനാണല്ലാ, നിന്റെ ആയാത്തുകൾ ഇവന്റെ ചെവിയിൽ പതിഞ്ഞില്ല റബ്ബേ. ഇവന്റെ നമ്മുടെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, വചനാമൃതങ്ങളൊന്നും ഇവനെ യേശയില്ല. അല്ലാ, അവിടെ കിടന്ന് പൊട്ടി പൊട്ടി പൊട്ടിക്കരയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് കൂട്ടുകാരൻ പറയുന്നത് അനുസരിക്കാൻ നിൽക്കണ്ട. അളയ കല്യാണം വരുമ്പോൾ, മംഗലം വരുമ്പോൾ ഒരു DJ ഒന്നും നടത്തിയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് നീ DJ പാർട്ടിയൊക്കെ സെറ്റപ്പ് ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മളതനുസരിക്കാൻ നിന്നാൽ, എന്റെ സഹോദര, എന്റെ പ്രിയപ്പെട്ട വാപ്പ, നിങ്ങൾ 10 ഹജ്ജ് ചെയ്ത ആളാണെങ്കിലും, നിങ്ങൾ എത്ര ഉംറ ചെയ്ത ആളാണെങ്കിലും, നിങ്ങളുടെ മകളുടെ നിക്കാഹ് നടക്കുന്ന വേദിയിൽ ആഭാസങ്ങൾ അഴിഞ്ഞാടുന്നുവെങ്കിൽ നിന്റെ ഓരോ ഇബാദത്തും അല്ലാഹു സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം എന്താ ഞാൻ പറഞ്ഞു? അല്ലാഹു പറയാൻ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു നോമ്പ് സ്വീകരിക്കണമെങ്കിൽ, അല്ലാഹു ഉംറ സ്വീകരിക്കണമെങ്കിൽ, അല്ലാഹു ഹജ്ജ് സ്വീകരിക്കണമെങ്കിൽ നീ മുത്തഖിയാവണോ? നീ മുത്തഖിയാകണം. മുത്തഖിയാകുന്നതിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി ഏതാ? നന്മ കൽപ്പിക്കലാണ്, തിന്മയെ വിരോധിക്കലാണ്. ഉസ്താദേ, എന്റെ മക്കള് പറഞ്ഞാ കേൾക്കൂല, എന്റെ മകൾ പറഞ്ഞാൽ അനുസരിക്കില്ല, അവര് തോന്നിയതുപോലെ ചെയ്യുകയാ. ഉപ്പ, നീ എന്തിനാണ് മീശ വെച്ച്, നീ എന്തിനാണ് താടി വെച്ച്, നീ ഉപ്പയാണെന്ന് പറഞ്ഞ് വീടിന്റെ ഉമ്മറപ്പടിയിൽ ചാരുകസേരയിട്ട് ചാരിയിരിക്കുന്നത് എന്തിനാ? ഉസ്താദിനെ കുറിച്ച് പറയാൻ നിനക്ക് 100 നാവ്, നാട്ടിലെ ആളുകളെ കുറിച്ച് പറയാൻ നിനക്ക് എത്രയോ നാവുകളാണ്. നിനക്ക് നിന്റെ മക്കളെ കുറിച്ച് പറയാൻ നാവില്ലല്ലോ. ഉസ്താദേ, ഞാൻ എത്രയോ വഖ്ത് നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ എത്രയോ ഉംറ ചെയ്ത ആളാണ്, ഞാൻ എത്രയോ ഇബാദത്തുകൾ സജീവമാക്കിയ ആളാണ്. പക്ഷേ എന്റെ മകൻ അങ്ങനെയല്ല. അവന്റെ മംഗലം സെറ്റപ്പ് ആലോചിച്ചു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വല്ലാത്ത അവസ്ഥയിലേക്ക് പോവാ. നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന, ഞാൻ അവസാനിപ്പിക്കാം, ഈ ഹദീസോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിന്റെയും കാരണം നമുക്ക് തഖ്വയില്ലാത്തതാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, ഒരു സമൂഹത്തിൽ നന്മയെ കൽപ്പിക്കുക, തിന്മയെ വിരോധിക്കുക. ഇത് പള്ളിയിൽ ഉസ്താദന്മാരെ പേടിപ്പിച്ചു വെച്ചേക്കണം. മിണ്ടിപ്പോകരുത്, പറഞ്ഞേക്കരുത്, ആ ഹറാമ് പറയരുത്, ഈ ഹറാമ് പറയരുത്, അത് പറഞ്ഞാൽ പ്രശ്നം, ഇത് പറഞ്ഞാൽ പ്രശ്നം. എവിടെയും ദീനിന്റെ ഹക്കായ കാര്യങ്ങൾ പറയാൻ ആലിമീങ്ങൾ വരെ മടിക്കാണ്. ആലിമീങ്ങൾ വരെ മടിക്കുന്നു. സഹോദര, ഇതിന്റെ അപകടം എത്രമേൽ വലുതാണെന്നറിയോ? ഇതേവരെ കള്ളം പറയാത്ത മുഖ്ബിറെ സ്വാദിഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, ഒരു സമൂഹത്തിൽ നന്മയെ കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നന്മ അവർ കൽപ്പിക്കണേയില്ല, നന്മകൾ പറയുന്നില്ല. മക്കളെ നന്മ ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല. ഉസ്താദെ, കല്യാണം നടക്കുമ്പോ അവരുടെ പാടായി, ഞങ്ങൾക്ക് അതിനകത്ത് ഒരു വിധത്തിലുള്ള കണക്ഷനുമില്ല. കല്യാണത്തിന് പങ്കെടുത്തപ്പോ ഇങ്ങനെ അവിടുത്തെ ഹാജിയാർ വലിയ തൊപ്പിയൊക്കെ വെച്ച് നല്ല താടിയൊക്കെ നല്ല ദീനിയായ ഒരു സഹോദരൻ, ഞാൻ കയറി ചെന്നപ്പോടെ ഇടി മുഴങ്ങണ പാട്ട് കിടക്കും. ഞാൻ ചോദിച്ചു, എന്താ പറ്റി ഹാജിയാരെ, നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ. ഉസ്താദേ, എന്റെ കയ്യിലൊന്നുമില്ല, ഇതൊക്കെ നടത്തണത് അമ്മമാര്, പൈസ കൊടുക്കണത് അവര്. പാപ്പ, നീ എന്തിനു നടക്കണ്? ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് നമ്മൾ പറയണ്ടേ? എനിക്കൊരു സഹോദരൻ, ഒരു സുഹൃത്ത്, എറണാകുളത്തുള്ള ഒരു സഹോദരൻ,
അദ്ദേഹത്തിന്റെ മകന്റെ നിക്കാഹിന്റെ വേദിയിൽ ചങ്ങായിമാരെല്ലാം വന്നു. ഒരു ചെറിയൊരു ബോക്സ് ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു റൊമാൻറ്റിക് ഒക്കെ തോന്നുന്ന പാട്ടുകളൊക്കെ ഇട്ട് ഇങ്ങനെ സിനിമാ പാട്ടൊക്കെ ഇട്ടേക്ക. അപ്പൊ ഉപ്പ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, നിന്റെ നിക്കാഹിന് ഉപ്പ പങ്കെടുക്കണോ? ഉപ്പ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ സാധനം ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ പാക്ക് ചെയ്തില്ലെങ്കിൽ ഉപ്പ വഴി പോവാ, മയക്ക് സെറ്റ് പോകുന്നതിന് മുമ്പ് ഉപ്പ പോകും എന്ന് പറഞ്ഞു ഉപ്പ. ആ സമയത്ത് അപ്പോൾ തന്നെ ഓഫ് ചെയ്തു. ചങ്ങായിമാരൊക്കെ ഇങ്ങനെ പറയാൻ നമുക്ക് എത്ര പേർ കഴിയും? എന്റെ മകന്റെ വിവാഹത്തിന്റെ, എന്റെ മകളുടെ വിവാഹത്തിന്റെ അന്ന് ഇങ്ങനെ പറയാൻ കഴിയുന്ന ഓരോ ഉപ്പയും ഉമ്മയുമായി നമ്മൾ മാറണം. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞല്ലോ, ഇന്ന അഅളമൻ നികാഹി ബറകതൻ ഐസറുഹു മുഅ്ന. ചെലവ് കുറച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നടത്തുന്ന വിവാഹങ്ങൾ മാത്രമേ അത് ഭംഗിയായിട്ട് അവസാനിക്കുകയുള്ളൂ. നമ്മുടെ ഉദ്ഘാടന ദിവസം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ മുഖ്താർ തങ്ങളുടെ ആ ഒരു ബയാൻ, ആ ഒരു നസീഹത്ത് എൻ്റെ അള്ളാഹുവെ എന്ത് ഹൃദയത്തിലേക്ക് ഇടിച്ച്. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു സുന്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ഹറാമാണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്നത്. നമ്മളോട് ഒക്കെ ചോദിച്ചത് സഹോദരങ്ങളെ. കൽബുള്ളവന്റെ കൽബ് പൊളിയത് കേൾക്കുമ്പോൾ കൽബില്ലാത്തവർക്ക് പൊളിയില്ല. കാരണം പൊളിയാൻ കൽബ് വേണ്ടേ? അള്ളാഹു നമ്മുടെ കൽബുകൾ നന്നാക്കി തരുമാറാവട്ടെ. സഹോദരാ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പറഞ്ഞതുപോലെ തന്നെ എന്റെ സഹോദരാ, 1400 നൂറ്റാണ്ടുകൾക്കപ്പുറം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. ഒരു സമൂഹത്തിൽ അവിടെ നന്മകൾ കൽപ്പിക്കാൻ ആളില്ല. നന്മ പറയുന്നവനെ അടിച്ചോടിച്ചുകൊണ്ട്, നന്മ പറയുന്നവനെ പരിഹസിക്കുന്നു, നന്മ പറയുന്നവനെ പുറങ്കാലുകൊണ്ട് പുരോഗമനത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നവനാണെന്ന് ആക്ഷേപവാദം ഉന്നയിക്കുന്നു. എങ്ങനെ പറയുന്ന ഒരു കാലഘട്ടം വന്നാൽ അവരുടെ മേൽ മഴ പോലെ അദാബ് വർഷിക്കൂ. അവരുടെ മേൽ ഒന്നൊന്നിനായി പുറകെ അവരുടെ മേൽ കഠിന കഠോരമായ അദാബുകൾ വർഷിക്കുമെന്ന് ഇതേവരെ കള്ളം പറയാത്ത മുഖ്ബിറേ സ്വാദിഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് തെറ്റുകളൊക്കെ ചെയ്തുവെങ്കിലും അതിന് അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കാൻ സമയമുണ്ട്. അല്ലാഹുവേ, എന്റെ മകന്റെയൊക്കെ വിവാഹത്തിന്റെ സുദിനത്തില് എത്ര ഹറാം ഞാൻ ചെയ്തവളാണ്. റബ്ബേ, തൗബ ചെയ്യുകയാണ്. അതിനെതിരെ പറഞ്ഞ പണ്ഡിതന്മാരെ ആക്ഷേപിച്ചവനാണ്, അതിനെതിരെ പറഞ്ഞ ഉലമാഇനെ ആക്ഷേപിച്ചവനാണ്, അതിനെതിരെ പറഞ്ഞ പ്രബോധകരുടെ വായടപ്പിച്ചവനാണ്. അല്ലാഹുവേ, തൗബ ചെയ്യുകയാണ് റബ്ബേ. അതേ സഹോദരാ, അല്ലാഹു നമ്മുടെ കൈവെള്ളയിൽ എത്രമേൽ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം അല്ലാഹു നമുക്ക് തന്നു. നമ്മുടെ കൈവെള്ളയിൽ തന്നു, നമ്മുടെ വീട്ടിൽ തന്നു, നമ്മുടെ രാജ്യത്ത് തന്നു. അതേ, ഈ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാതെ തിരിച്ചറിയാതെ എന്റെ സഹോദരാ, അല്ലാഹുവിനോട് നമ്മൾ നന്ദിയേട് കാണിച്ചു. അല്ലാഹു പറയുന്നുണ്ട്, ഒരു നാടിന്റെ ഉദാഹരണം അല്ലാഹു പറയുന്നുണ്ട്. ഒരു നാട്ടിൽ അല്ലാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുത്തു. അവസാനം ആ നാട്ടുകാർക്ക് അനുഗ്രഹമെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ അവരുടെ കൈവെള്ളയിൽ അല്ലാഹു സമ്പത്ത് കൊടുത്തുവത്രേ. അവരുടെ കൈവെള്ളയിൽ അല്ലാഹു എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തുവത്രേ. ആ സൗകര്യങ്ങളെല്ലാം അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ അവര് വിചാരിച്ചു ഇത് അവർക്ക് തോന്നിയതുപോലെ ചെലവഴിക്കാനുള്ളതാണെന്ന്. അങ്ങനെ അവർ അല്ലാഹുവിനോട് പച്ച നിഷേധം കാണിച്ചു. അല്ലാഹുവിനോട് അവര് നിഷേധം കാണിച്ചടാ. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിനെ വലിച്ചെറിഞ്ഞടാ. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തേണ്ടത് റബ്ബിനോട് അനുഗുണമായിട്ടാണ്. അല്ലാഹു പറയുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കുമ്പോഴാണ്. അതിനെതിരെ മറിച്ചാണ് നിങ്ങളുടെ ഉപയോഗമെങ്കിൽ അത് റബ്ബിനോടുള്ള നന്ദികേടാണ്. അത് റബ്ബിനോടുള്ള നന്ദികേടാണ് മുഅ്മിനേ. അല്ലാഹു പറയുന്നു, നന്ദികേട് കാണിച്ചിട്ടുണ്ടോ? മനസ്സിൽ നോക്കി ചോദിക്കുക, ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ചോദിക്കുക. വലത് കൈ എടുക്ക്, ഇങ്ങനെ എടുക്ക്, നെഞ്ചത്തോട്ട് വെക്ക്.
വെച്ചാ എന്നിട്ട് ഈ ആയത്ത് കേൾക്ക്. എത്ര അനുഗ്രഹമാണ്. അല്ലാഹു ചോദിക്കുകയാണ്, നിനക്ക് എത്രയൊക്കെ അനുഗ്രഹം ഞാൻ തന്നു, അതിന് നീ എത്രമേൽ അനുഗ്രഹങ്ങൾ, അതിന് നന്ദി നീ രേഖപ്പെടുത്തി. നമ്മുടെ മറുപടി അല്ലാഹു പറയാണ്, ഇല്ലടാ ഇല്ല. നിങ്ങൾ അല്ലാഹുവിനോട് നന്ദി കേട് കാണിച്ചു, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മേൽ വരുന്ന ഒന്നാമത്തെ ശിക്ഷ നിങ്ങൾക്ക് പട്ടിണിയുടെ ഉടയാടകൾ അണിയിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആലോചിക്കുക സഹോദരങ്ങളെ, നമ്മൾ എത്ര നിഅമത്ത് അല്ലാഹു നമുക്ക് തന്നു. ഞാൻ അവസാനിപ്പിക്കാൻ തീർന്നു പോകണ്ട, ദ്വാരം കഴിഞ്ഞു പോവാൻ ഇൻഷാ അല്ലാഹ്. ഫകഫറത് ബിഅൻഉമില്ല. അല്ലാഹു നമുക്ക് എത്ര നിഅമത്ത് തന്നു, ഒന്നും തന്നിട്ടില്ലേ? അനുഗ്രഹത്തെ പറയാൻ പോയാൽ തീരാൻ പോകുന്നില്ല. അള്ളാഹു പറയുന്നു, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ എണ്ണാൻ തീരുമാനിച്ചു പുറപ്പെട്ടാൽ വെല്ലുവിളിക്ക് അള്ളാഹു കഴിയില്ല. അത്രമേൽ അനുഗ്രഹം നമുക്ക് തന്നു. എന്നിട്ട് എന്തേ അനിത്തഖുള്ള, നിങ്ങൾക്ക് തഖ്വയില്ലാതെ പോയത്? അതുകൊണ്ട് തന്നെ വിശപ്പിന്റെ ഉടയാട അണിയിക്കപ്പെടുക, അതെ, പ്രയാസങ്ങളുടെ ഉടയാട നമ്മൾ അണിയിക്കപ്പെടുക, പ്രതിസന്ധികൾ നമ്മുടെ വീട്ടിൽ മെല്ലെ മെല്ലെ പൊട്ടിപ്പുറപ്പെടുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവന്റെ ഏറ്റവും നല്ല ഇബാദുകളോടൊപ്പം നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഇഖ്ലാസോടെ ചെയ്യാൻ അല്ലാഹു നമുക്ക് നല്ല തൗഫീഖ് പ്രദാനിക്കുമാറാകട്ടെ. ഈ ആയത്ത് നിങ്ങളുടെ മുന്നിൽ ഓർമ്മ വേണം. എത്ര നിഅമത്ത്, ഒരുപാട് അല്ലാഹു നിഅമത്ത് തന്നിട്ടുണ്ട്. ഇതെല്ലാത്തിനും നമ്മൾ നന്ദികേട് കാണിച്ചിങ്ങനെ വഷളാക്കി വെച്ചിരിക്കുക. അല്ലാഹുവിനോട് തൗബ ചെയ്യുക, അല്ലാഹു പുറത്തു വരും. അല്ലാഹു അങ്ങേയറ്റം ഗഫൂറുർ റഹീമാണ്. അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടി അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്റുകൾ അധികരിപ്പിച്ച് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടി മെല്ലെ 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 നമുക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിന്റെ സൗന്ദര്യത്തെയും സൗകര്യത്തെയും നമ്മുടെ കൈവെള്ളയിൽ പിടിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ ഇവിടെ കൂടിയ എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനിക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ചെലവും മറ്റുമായി ബന്ധപ്പെട്ടൊക്കെ കളക്ഷനൊന്നും ഇന്ന് ചോദിക്കുന്നില്ല. ആരും അതുകൊണ്ട് പോകരുത്. ദുആയ്ക്ക് ശേഷം മാത്രമേ പോകാവൂ. ഇൻഷാ അല്ലാഹ് എല്ലാവരും വന്ന് മുസാഫഹ ചെയ്ത് നല്ലൊരു ഹദിയ നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ഉറൂസുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ഈ മസ്ജിദുമായി, മദ്രസയുമായി, മഖാമുമായി ഒക്കെ ബന്ധപ്പെട്ട് നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സഹോദരൻ ദുആരക്കാൻ വേണ്ടി കിട്ടി തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാവട്ടെ, അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രതിസന്ധിയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ലൊരു സംഭാവന, നല്ലൊരു ഹദിയ നിങ്ങൾ ഈ നിക്ഷേപിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അവ ദൂരെ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് സദസ്സിൻ്റെ അടുത്ത് വന്ന് ഉസ്താദിൻ്റെ കൈ പിടിച്ച് മുസാഫത്ത് ചെയ്ത് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഈ മഹത്തായ സദസ്സിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ സംഭാവനകൾ ഏൽപ്പിച്ചവരുണ്ട്. മുഹമ്മദ് നിസാം പി കെ മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ, ഷിഹാബ് കോട്ടക്കണ്ണി ഒരു 5000 രൂപ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു സഹോദരി മുറാദ് അസ്ലായി കിട്ടാൻ വേണ്ടിയിട്ട് 313 രൂപ. അതുപോലെ BS അബ്ദുള്ള കുഞ്ഞി മുക്കമ്പാറ 2 മക്കാമിലേക്കും 2 ഫാന് ഇവിടെ എത്തിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അബ്ദുള്ള കുഞ്ഞി സൺ ഓഫ് മമ്മിഞ്ഞ് ചെന്നാർക്കട്ട 2 ആടിൻ്റെ ക്യാഷ് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്.
അതുപോലെ മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ ഉണ്ട്. ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കെ നമ്മുടെ നൂറുദ്ദീൻ പയ്യാലെടുക്ക 1000 രൂപ ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി എത്തിക്കാമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുമ്പടാജിലെ ഒരു സഹോദരൻ മരണപ്പെട്ടു പോയവരൊക്കെ പേര് ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് സഹോദരങ്ങളെ, വെള്ളിയാഴ്ച രാവാണ്. മഹാന്മാരുടെ ഹളറത്തിൽ നീണ്ട ഒരു നസിയത്തിന് ശേഷമുള്ള ദുആയുമാണ്. ആ ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. റഹ്മാനായ പടച്ചവനെ, ദയാലുവായ റഹ്മാനെ, കൃപയുള്ള റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഈ ഉറൂസിനെ നീ കബൂലാക്കണേ അല്ലാഹ്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മഹ്ശറയിൽ ഞങ്ങളെ നീ പിടിച്ചു നിർത്തല്ല റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, സ്വർഗത്തിലെത്താൻ ഉതകുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ധാരാളം സഹോദരങ്ങൾ സഹോദരിമാര് ഒരുപാട് ദുആ വസിയത്തുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്, സഹായിച്ചവരുണ്ട്, സംഭാവനകൾ നൽകിയവരുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാവരെയും കബൂലാക്കണേ അല്ലാഹ്. നേർച്ചകളായി മറ്റ് സദഖകളായി ഹദിയകളായി നൽകിയ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ പല വിധത്തിലുള്ള സഹായം നൽകിയവരുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, ചോറ് നൽകാൻ വേണ്ടി കിട്ടും, മാംസം നൽകാൻ എന്ന് പറഞ്ഞ ധാരാളം സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ അതിനെ ഏറ്റിരിക്കുന്ന സഹോദരങ്ങളുണ്ട്, ഏൽക്കാമെന്ന് പറഞ്ഞ സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളെയും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. എല്ലാ കടങ്ങളും വെട്ടിക്കൊടുക്കണേ അല്ലാഹ്. മാനസികമായ ശാരീരികമായ സാമ്പത്തികമായ എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാ അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ഈമാനില്ലാത്ത മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. പ്രവാസികളായ ധാരാളം സഹോദരങ്ങളുണ്ട്, എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവർക്കെല്ലാം ഖൈർ ബറക്കാത്തുകൾ നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ തൊഴിലിൽ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. കച്ചവടത്തിൽ അഭിവൃദ്ധി പ്രദാനിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, കൃഷിയിൽ സലാമത്തും ഐശ്വര്യവും പ്രദാനിക്കണേ അല്ലാഹ്. എല്ലാ നിലക്കും നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. എവിടെ വെച്ച് എങ്ങനെ മരണപ്പെട്ടാലും ഈമാനോടെ തഖ്വയോടെ ഇഖ്ലാസോടെ മരണപ്പെടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, എവിടെ വെച്ച് മരണപ്പെട്ടാലും ഈമാനോടെ പുഞ്ചിരി തൂകി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് റബ്ബേ അല്ലാഹ് നിനക്ക് ഇഷ്ടപ്പെട്ട ഔലിയാക്കളോടൊപ്പം നാളെ ഒരുമിച്ച് കൂടാൻ നിനക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീഖ് പ്രദാനിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാഹ്. മാറ്റിത്തരണേ പടച്ചവനെ. അവര് നടന്ന വഴിയിലൂടെ നടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അവര് ജീവിച്ചതുപോലെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവരോടൊപ്പം ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ
ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങൾ, സഹോദരിമാര്, ഉമ്മ പെങ്ങന്മാര്, അല്ലാഹുവേ കുട്ടികളടക്കം എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നസീബാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ ഖബൂലാക്കണേ റഹ്മാനെ. اللهم لا تردنا إلينا خائبين بسبب ذنوبنا يا رب العالمين. അല്ലാഹുവേ പടച്ചവനെ, അഷ്റഫ് ചെറൂണി എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെട്ടു പോയ ഉപ്പാക്ക് വേണ്ടി കിട്ടിയ 5 ആടുകളെ അല്ലാഹുവേ നമ്മുടെ ഈ മസ്ജിദ്, നമ്മുടെ ഈ മഖ്ബറയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന, അടുത്ത ദിവസം നടക്കുന്ന ആ ഒരു ഭക്ഷണ വിതരണത്തിന് വേണ്ടി കിട്ട് നൽകിയിരിക്കുകയാണ്. ഉപ്പാക്ക് വേണ്ടി കിട്ട് നേർച്ച ചെയ്ത് അല്ലാഹുവേ സദഖത്തുൻ ജാരിയായിട്ട് തന്ന സദഖയാണ്. അല്ലാഹുവേ ആ ഉപ്പാക്ക് ഇപ്പോൾ തന്നെ ഖബറിൽ കാണാൻ പറ്റുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന അമലുകളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ട മകന്റെ ആ സദഖയെ സ്വീകരിക്കുകയും അല്ലാഹുവേ അതുമായി ആ ബർസഖിന്റെ ലോകത്ത് സന്തോഷത്തിനുള്ള സാഹചര്യം യാ അല്ലാഹ് നീ രൂപീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ അതുപോലെ ഇവിടെ എല്ലാ കൂടി ആളുകൾ ഇനി ചെയ്യാനിരിക്കുന്ന സദഖകളും മറ്റുമല്ല അല്ലാഹുവേ അവരിൽ നിന്നും മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന, ഒഴുകിക്കൊണ്ടിരിക്കുന്ന സദഖകളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ اللهم لا تردن أيدينا خائبين بسبب ذنوبنا يا رب العالمين. آمين آمين برحمتك يا أرحم الراحمين. صلاة صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله. നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ നമുക്ക് നല്ലൊരു നസീഹത്ത് ചെയ്തു തന്ന ആദരണീയരായ ഹാഫിദ് ത്വാഹ ബാക്കവി ഉസ്താദ് അവർക്ക് പെരടാല ജാറം ഉറൂസ് കമ്മിറ്റിയുടെ എല്ലാ സ്നേഹ സന്തോഷവും അറിയിക്കുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്, ദീർഘകാലം പ്രദാനം ചെയ്യുമാറാവട്ടെ.